സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ട്രെയിലറായിട്ടിട്ട ആ ചിത്രം നിങ്ങൾ കണ്ടുവല്ലോ. 28 വർഷത്തെ മദ്യപാനത്തിൽ നിന്നും എൻ്റെ അച്ഛനെ ദൈവം വിടുവിച്ചുവെന്ന് പ്രിയദർശിനി വണ്ടിത്താവളം പാലക്കാട് എഴുതിയ ഒരു ജീവിതാനുഭവ ലേഖനമാണ് പിക്ചറായി കാണിച്ചത്. 3 ചിത്രങ്ങളും നമ്മൾ കാണുന്നു. അതായത് ആരംഭത്തിൽ അച്ഛൻ എങ്ങനെയായിരുന്നു, പിന്നെ വന്ന മാറ്റങ്ങൾ, ഇന്നൊരു കർത്താവിൻ്റെ ദാസൻ. ഈ ഒരു വലിയ ടെസ്റ്റിമണി നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയുടെ കൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന നല്ല ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ എൻ്റെ കഥയിൽ ഒരു ജീവിതാനുഭവം കേൾക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ സാവകാശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠദാസനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഇന്ന് അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. പ്രത്യേകമായി കർത്താവ് ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ക്രോശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുത്തിക്കാട്ട്. വീഡിയോ കാണുന്ന ഓരോ മക്കൾക്കും ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീരട്ടെ. അങ്ങനെ സംഭവിച്ചിരിക്കാൻ സ്തോത്രം. സകലമാന മുഖത്തോടത്തേക്ക് തരുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ ആസാദിയുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നതിൽ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ സുബ്രഹ്മണ്യൻ പാലക്കാട്ട് നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം അനാംസിൽ നിന്നുള്ള പ്രിയ ജോർജ് ബ്രദറിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടപ്പോൾ സുബ്രഹ്മണ്യൻ പാസ്റ്ററുടെ അനുഭവങ്ങൾ അദ്ദേഹം ഒന്ന് തൊട്ടു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ അനുഭവങ്ങൾ കേൾക്കാൻ നമുക്കെല്ലാവർക്കും ആകാംക്ഷയുണ്ട്. ദൈവദാസൻ നമ്മളോടൊപ്പം പാലക്കാട് നിന്നും ജോയിൻ ചെയ്തിരിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ സുബ്രഹ്മണ്യനെ വളരെ സ്നേഹത്തോടു കൂടി ആദരവോടുകൂടെ ആസാദിയുടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പാലക്കാട്ട് നിന്ന് വണ്ടിത്താവളം അല്ലേ? വണ്ടിത്താവളം തമിഴ്നാട് ബോർഡറാണോ? ശരി. അപ്പോൾ തമിഴ്നാട് ബോർഡർ പാലക്കാട്. സുബ്രഹ്മണ്യൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു നല്ല ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ആളാണ് അല്ലേ? മദ്യപാനമായിരുന്നു ജീവിതത്തിലെ വലിയ തകർച്ചയ്ക്ക് കാരണമായി തീർന്നത്, അങ്ങനെയാണോ? അതെ, ഏറ്റവും വലിയ വില്ലൻ അവനായിരുന്നു. ഫസ്റ്റ് ഞാൻ ഒരു പുസ്തകം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുണ്ട്, ഉടഞ്ഞ മൺപാത്രം എന്ന പുസ്തകത്തിൻ്റെ പേര്. അതിനകത്ത് പല വിധത്തിലുള്ള ജീവിത തകർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് മദ്യപാനം എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ ഞാൻ എഴുതിയൊരു വാചകം, ഞാൻ ഏറ്റവും വെറുക്കുന്ന സാമൂഹിക തിന്മ മദ്യപാനമാണ്. 2005 എഴുതിയതാണ്. ഇന്നത്തേക്ക് 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയതാണ്. ഞാൻ ഏറ്റവും അധികം വെറുക്കുന്ന സാമൂഹിക തിന്മ മദ്യപാനമാണ്. ഇത് എത്ര പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാകത്തില്ല. എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട് പാസ്റ്ററെ, മദ്യപാനം നിമിത്തം തകർന്ന കുടുംബങ്ങൾ. ഞാൻ ആ പുസ്തകത്തിൽ തന്നെ ഒരു 3-4 പേരുടെ അനുഭവങ്ങൾ എഴുതുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് സ്തോത്രം, നിങ്ങളെപ്പോലുള്ളവരെ ദൈവം അതിൽ നിന്ന് വിടുവിച്ച് ഇന്ന് അനേകർക്ക് വെളിച്ചമാക്കി നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു പാസ്റ്റർ, ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് സമയങ്ങൾ നൽകിയതിൽ. പാസ്റ്ററുടെ ജനിച്ചു വളർന്നത് ഒക്കെ എവിടെയാണ്? അങ്ങനെയുള്ള ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കുറേ കാര്യങ്ങൾ കുടുംബത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അനുഗ്രഹമായിരിക്കും. ഞാൻ ജനിച്ചു വളർന്നത് വണ്ടിത്താവളം തന്നെയാണ്. ശരി. മാതാപിതാക്കൾ, കുടുംബ പശ്ചാത്തലം? ഒരു 20 വർഷത്തിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി. ഞങ്ങള് 4 എന്റെ സഹോദരി, 2 സഹോദരനാണ്. 4 മക്കളാണ്. അമ്മയും അച്ഛനും മുമ്പേ 20 വർഷം മുമ്പും മരണപ്പെട്ടു. അതില് അമ്മ കർത്താവിനെ അറിഞ്ഞിട്ടുണ്ട്. ഇത് ഭാര്യ മുഖാന്തരം ക്രിസ്തീയ പശ്ചാത്തലത്തിലാണ് അവരെ അടക്കം ചെയ്തത്. ഒന്നും ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ എന്റെ പേര് സുബ്രഹ്മണ്യൻ ആണല്ലോ, പശ്ചാത്തലം ഏകദേശം അറിയാം. ഭാര്യ ലീല, മകൻ സുദർശൻ, മകൾ പ്രിയദർശിനി. പ്രിയദർശിനി ഇപ്പം ഭർത്താവുമായി കൊച്ചുമക്കളുമായി ഇപ്പം UK നോർത്ത് ലണ്ടനിലാണ് ഇപ്പൊ അവര് താമസിക്കുന്നത്. മോനിവിടെയുണ്ട് സുദർശൻ. ഭാര്യ ദീപ്തി ദേവി തൃശ്ശൂരിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇപ്പൊ 2ാമത്തെ മോള്, ആദ്യത്തെ മോനാണ്. 2 മക്കളുണ്ട്. 2ാമത്തെ മകള് പ്രസവം തൃശ്ശൂരാണ്. അപ്പം മകൾക്കും 2 മക്കളാണ്. ഒരാണും ഒരു പെണ്ണും. UK അപ്പം ഇതൊക്കെ ഞാൻ എൻ്റെ ചരിത്രമോ ഇല്ലെങ്കിൽ എൻ്റെ ജീവിത അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ 2 തട്ടായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം
BC എന്നും AD എന്നും കണക്കാക്കിയിട്ട് പറയാനൊക്കെ. കാരണം BC എന്ന് പറയുമ്പോൾ കർത്താവിനെ അറിയാത്തതിന് മുമ്പുള്ള ജീവിതം, AD എന്ന് പറയുമ്പോൾ കർത്താവിനെ അറിഞ്ഞ ശേഷമുള്ള ജീവിതം. ഇത് ഞാൻ രണ്ടായി തിരിച്ചിട്ടാണ് എല്ലാ ഭാഗത്തും സാക്ഷ്യം പറയാറുള്ളത്. ഇത് പറയുകയും നാംസിന്റെ പ്രോഗ്രാമിനൊക്കെ ഞാൻ പോകുന്ന സമയത്ത് എന്നെ സാക്ഷീകരിക്കാൻ ക്ഷണിക്കുമ്പോൾ ഞാൻ BC യും AD യും പറഞ്ഞിട്ട് തന്നെയാണ് എന്റെ സാക്ഷ്യം ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചിന്തിക്കേണ്ടത് BC ആണ്. കാരണം കർത്താവിനെ അറിയുന്നതിന് മുമ്പ് എന്റെ ജീവിതം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചും അതിനുശേഷം നമുക്ക് AD യിലേക്ക് കടക്കാം. ഇപ്പോഴത്തെ ജീവിത പശ്ചാത്തലവും ദൈവം അനുഗ്രഹിച്ച കാര്യങ്ങളെ കുറിച്ചും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം എന്റെ ജീവിതം താറുമാറാകുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതെ പാസ്റ്ററെ, ഞാൻ ആ ചിത്രങ്ങൾ നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കുകയായിരുന്നു. ആ 3 ചിത്രങ്ങൾ പാസ്റ്റർ എനിക്ക് ഇട്ടു തന്ന 3 ചിത്രങ്ങൾ. ഒന്നാമത്തേത് അതായത് നമ്മൾ അനാംസിന്റെ കേന്ദ്രത്തിൽ വരുമ്പോൾ മുക്തിഭവൻ അല്ലേ, മുക്തിഭവനിൽ വരുമ്പോൾ ഉള്ള ആദ്യത്തെ ചിത്രം, മുടിയൊക്കെ വളർത്തിയ ഒരു ആളുടെ ചിത്രം, മുക്തിഭവനിൽ ഒരു കാര്യം കൂടി സാറെ അറിയിക്കാൻ ആഗ്രഹിക്കുക. കാരണം അത് 96 ഫോട്ടോ. 2008 ഞാൻ അനാംസിലേക്ക് പോകുന്നത്, മുക്തിഭവനിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ മദ്യപാനം തുടർന്നിട്ട് ഒരു 12 വർഷം കൂടി ഉണ്ട്. അപ്പൊ ഇതിനേക്കാൾ വളരെ മോശമായ രീതിയിലായിരുന്നു മുക്തിയിലേക്ക് പോയത്. എനിക്ക് അന്നേരത്തെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അപ്പം 12 വർഷം കൂടി മദ്യപാനം തുടർന്നുകൊണ്ടിരിക്കുക. അപ്പം 12 വർഷത്തെ മദ്യപാനം കൂടി ആകുമ്പോൾ ഇതിലേക്കും മോശമായിട്ടുള്ള രൂപമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ആ 96 ഫോട്ടോ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ചിത്രം വർഷങ്ങൾക്ക് ശേഷം, അതാണ് നമ്മൾ ആസാദിയിലൂടെ കാണുന്നത്. വളരെ പരിപക്വത വന്ന ഒരു കർത്താവിൻ്റെ ദാസന്റെ മുഖം. IPCയോടുള്ള ബന്ധത്തിലാണ് കർത്താവിന്റെ വേല ചെയ്യുന്നത് അല്ലേ? അതെ, IPC നോർത്ത് സെൻട്രലിലാണ്, പാലക്കാട് നോർത്ത് സെൻട്രൽ, ജില്ലയിലെ ഏറ്റവും വലിയ സെന്ററാണ്. ഓക്കെ. പക്ഷെ രക്ഷയിലേക്ക് നയിക്കുന്നതിനും ആ സഭയുമായിട്ട്, അവരുടെ IPC നോർത്ത് സെൻട്രലിന്റെ സഭയുമായി എനിക്ക് ബന്ധമുള്ളത് കൊണ്ടാണ് അവിടെ തന്നെ ജോയിൻ ചെയ്തത്. ശരി. അപ്പം പിന്നെ സെൻട്രലിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ പാസ്റ്റർ എങ്ങനെ ഇൻവോൾവ്ഡ് ആണ്? ഇപ്പൊ ഞാൻ IPC നോർത്ത് സെൻട്രലിന്റെ കീഴിലുള്ള പൊമ്പറ സഭയിൽ ശുശ്രൂഷിക്കുന്നു. കഴിഞ്ഞ 13 വർഷവും അവിടെ തന്നെയാണ്, ഒറ്റ സഭയിൽ തന്നെയാണ്. കാരണം ഇവരെന്നെ വിടുന്നില്ല, എനിക്കും അവിടുന്ന് വരാൻ തോന്നുന്നില്ല. അപ്പം 3 വർഷം കൂടുമ്പോൾ മാറണമെന്നാണ് IPCയുടെ നിയമം. പക്ഷെ അത് അവിടുത്തെ വിശ്വാസികൾ കൂടി സമ്മതിക്കണം, എന്നാലേ മാറ്റം വരത്തുള്ളൂ. പക്ഷെ അവര് ഇതുവരെ മാറണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ വർഷം ഒന്ന് മാറണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഈ വർഷവും അത് നടന്നില്ല. കാരണം ഇവിടെ ഒരു വർഷം കൂടി നിൽക്കണമെന്ന് സെൻട്രൽ അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ സെൻട്രലിലെ ചില ചുമതലകളൊക്കെ വഹിച്ചിരുന്നു. സൺഡേ സ്കൂളിന്റെ ട്രഷററായിട്ട് കുറെ 7 വർഷം ഞാൻ ചുമതല ഏറ്റിരുന്നു. ഇപ്പം സൂപ്രണ്ടാണ്, സൺഡേ സ്കൂളിന്റെ സൂപ്രണ്ടാണ്. അപ്പൊ അങ്ങനെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവിന്റെ ദാസൻ. ഒത്തിരി മാറ്റമാണ് വന്നത്. ആ മാറ്റത്തിന്റെ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പാസ്റ്റർക്ക് ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം. അപ്പം അത്യാവശ്യം ഉണ്ടെങ്കിലേ ഇടയ്ക്ക് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ. ഇനി പാസ്റ്റർ ഒട്ടും സമയം ഞാൻ അപഹരിക്കത്തില്ല. തുടരാം കേട്ടോ പാസ്റ്ററെ. ഞാൻ കേൾക്കാൻ റെഡിയാണ്, നമ്മുടെ പ്രേക്ഷകർ റെഡിയാണ്. ഞാൻ പറഞ്ഞു, എന്റെ പേര് പറഞ്ഞു, എന്റെ പശ്ചാത്തലങ്ങൾ പറഞ്ഞു, ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ടത് എന്നും പറഞ്ഞു. എന്റെ വൈഫ് ലീല എന്ന് പറഞ്ഞു, ലീലാവതിയാണ്. വതി എന്നുള്ളത് ഞങ്ങള് രക്ഷിക്കപ്പെട്ട ശേഷം അത് ഒഴിവാക്കി. സുബ്രഹ്മണ്യം എന്നുള്ള പേര് മാറ്റിയില്ല ഞാൻ, കാരണം എനിക്കത് സാക്ഷീകരിക്കാൻ ഇത് ഉതകുമെന്നുള്ളതിന്റെ ഉദ്ദേശത്തിന്റെ പേരിലാണ് സുബ്രഹ്മണ്യൻ, ഓൾ സുബ്രഹ്മണ്യൻ എന്നൊക്കെയാണ് നമ്മുടെ അനാംസിൽ നിന്ന് നമുക്ക് കിട്ടിയ പേര്. പക്ഷെ അത് ആ ചിത്രത്തിന്റെ താഴെയും പോൾ സുബ്രഹ്മണ്യൻ തന്നെ കാണുന്നത്. പക്ഷെ ഞാൻ ആ സുബ്രഹ്മണ്യൻ മാറ്റുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെ ചെന്നാലും ഞാൻ രാഷ്ട്രീയത്തില് ആയതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഓഫീസുകളുമായി നല്ല ബന്ധമുള്ളത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ പാസ്റ്റർ സുബ്രഹ്മണ്യൻ എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും, എങ്ങനെ ഈ സുബ്രഹ്മണ്യൻ പാസ്റ്റർ ആയിരുന്നത്? അപ്പൊ എനിക്ക് എന്റെ സാക്ഷ്യം അവിടെ പറയാൻ കഴിയുമെന്നുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ പേര് മാറ്റാതിരിക്കുന്നത്. ഇപ്പൊ 16ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഈ മദ്യപാനം. കാരണം 16 വയസ്സിൽ രാഷ്ട്രീയത്തില് ഇറങ്ങി. 16ാമത്തെ വയസ്സിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങി എന്ന് പറയുന്നത് തന്നെ ആശ്ചര്യമാണ്. കാരണം എനിക്ക്
16-ാമത്തെ വയസ്സിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുമായി ബന്ധമുണ്ടായിരുന്നു. അപ്പൊ അവര് ഈ ചുമരെഴുതാനും ഈ വാർഡ് ഇലക്ഷനിൽ ഇങ്ങനെ കൂടെ ചെന്ന് നടന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് ചായയും പരിപ്പൊടിയും ഒക്കെ വാങ്ങിത്തരും. അതിന്റെ അടിയിൽ മദ്യപാനികൾ ഉണ്ടെങ്കിൽ കള്ളൊക്കെ വാങ്ങിത്തരും. കള്ള് ചാരയൊക്കെ, അന്ന് ചാരയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിത്തരും. അപ്പൊ അതിന്റെ രുചി കണ്ടങ്ങനെ കൂടെ നടന്നു. 16 വയസ്സിൽ പിന്നെ മദ്യപാനം അങ്ങനെ കുറച്ച് കുറച്ചായി തുടങ്ങി. അത് കണ്ടിന്യൂ ആയി. അർഹതപ്പെടാത്ത പൈസ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ലഭിക്കുകയുണ്ടാകുന്നതുകൊണ്ട് ഞാൻ നല്ലതുപോലെ മദ്യപിച്ചിരുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ എന്റെ ജീവിതം ഒരു വേസ്റ്റ് ആണ് എന്ന് തന്നെ പറയണം. കാരണം 16-ാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ട് 23-ാമത്തെ വയസ്സിൽ വീട്ടുകാർ എനിക്ക് വിവാഹം ചെയ്തു തന്നു. കാരണം ആ നിലയിലെങ്കിലും ഒന്ന് മാറ്റം വരികയാണെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് വിവാഹം 23 വയസ്സിൽ നടത്തി തന്നു. വൈഫ് ലീല, അവര് കുരിശ്ശേരി, ഇവിടെ പാലക്കാട് ജില്ലക്കാരി തന്നെയാണ്. അപ്പൊ അവര് വിവാഹം കഴിച്ചു. അവരുടെ വീട്ടിൽ തന്നെ അമ്പലം ഉണ്ട് എന്നുള്ളതാണ് വലിയൊരു കാര്യം. വീട്ടിന് കുടുംബ ക്ഷേത്രം എന്നൊക്കെ പറയുന്നില്ല, ആ രീതിയിലൊക്കെ ഉള്ള പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഇവിടെ വന്നു ആദ്യത്തെ മോള് പ്രിയദർശിനി. അപ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ സുദർശൻ, പിറ്റേ വർഷം തന്നെ രണ്ടാമത്തെ കുട്ടി ഉണ്ടായി. അതിനുശേഷം മദ്യപാനം മൂർച്ഛിക്കുന്നു. അപ്പൊ വൈഫിന് എന്ത് ചെയ്യാന്നൊരു പിടുത്തമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 മക്കളുമായി ഇദ്ദേഹം ഇങ്ങനെ കുടിച്ചു നടക്കുന്നു എന്നുള്ളതിൽ മനം നൊന്ത് ഒത്തിരി പ്രയാസങ്ങൾ, പോകാത്ത സ്ഥലങ്ങളില്ല. ഒത്തിരി അമ്പലങ്ങളിൽ പോയി നേർച്ചകൾ കഴിച്ചു. സുദർശനം ചക്രം കൊണ്ടെന്ന് വെച്ചു, കയ്യില് ചരടുകൾ കെട്ടിത്തന്നു, കഴുത്തിൽ ഇടാനുള്ളതൊക്കെ തന്നു. ഗുരുവായൂർ പോയി എല്ലാ ഭാഗത്തും ചെന്ന് മുട്ടി ഒരു രക്ഷയുമില്ല. എന്റെ മദ്യപാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുക മാത്രമല്ല, അപ്പോഴേക്കും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടുതൽ വേരൂന്നിയപ്പം ഞാനൊരു അനൗൺസ്മെന്ററാണ്. ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ ഞാൻ അറിയപ്പെടുന്നത് നല്ലൊരു അനൗൺസ്മെന്ററായിട്ടാണ്. അപ്പം ആ അനൗൺസ്മെന്റിൽ പോകുമ്പോൾ തന്നെ 2 ലിറ്ററിന്റെ പെപ്സി ബോട്ടിലിൽ 1 ലിറ്റർ ബ്രാൻഡി കലക്കി അകത്ത് വെച്ച് അത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ചിറ്റൂർ MLA കെ അച്യുതന്റെ കൂടെയായിരുന്നു പ്രവർത്തിയിരുന്നത്. അദ്ദേഹം 18 വർഷം മുനിസിപ്പൽ ചെയർമാനായിരുന്നു, 20 വർഷം MLA ആയിരുന്നു. അദ്ദേഹത്തിന്റെ വിശ്വസ്തനായി ഇരിക്കുകയും അപ്പോൾ തന്നെ അവർക്കും ഒരു വേണ്ടാത്ത ആള് തന്നെയാണ്. കാരണം ഈ മദ്യപാനം ആർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ലത് രാഷ്ട്രീയത്തിലാണെങ്കിൽ. അപ്പം അത് മൂലം പക്ഷെ എന്നെ കൊണ്ട് അവർക്ക് ആവശ്യമുണ്ട്. പക്ഷെ എന്റെ ഈ മദ്യപാനം വിഷയമാണ്. ഓരോ ഇലക്ഷന് കഴിയുന്ന സമയത്ത് ഞാൻ വിഷയങ്ങൾ ഉണ്ടാക്കും. പിന്നെ പാർട്ടിക്കാരിൽ നിന്ന് അടി കിട്ടും, പിന്നെ ആശുപത്രി കൊണ്ടാക്കും. എല്ലാ ഇലക്ഷനും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം എനിക്ക് കാലത്ത് 5 മണിക്ക് തന്നെ മദ്യം ആവശ്യമാണ്. വൈകിട്ട് 11 മണിക്കാണ് എന്നെ ആരെങ്കിലും വീട്ടിൽ കൊണ്ട് ആക്കും. വീട്ടിനകത്ത് വരത്തില്ല, വഴിയിലെവിടെയെങ്കിലും ഇറക്കി വിട്ടേച്ച് പോകുന്ന ഒരു അനുഭവം. അപ്പൊ കാലത്ത് 5 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 11 മണി. അതിൽ 5 മണി ആകുന്ന സമയത്ത് ഇത് മൂർച്ഛിക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാക്കണം, തല്ലുണ്ടാക്കണം, ആരെങ്കിലും മെക്കിട്ട് കയറണം, പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ളത്. എന്നെ ഒത്തിരി എല്ലാ രാഷ്ട്രീയക്കാരും ഉപദ്രവിച്ചിട്ടുണ്ട്. കാരണം അവരെ ഞാനിപ്പം കുറ്റം പറയുന്നില്ല. കാരണം ഞാൻ ഈ തല്ലെരന്ന് പേടിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. കാരണം ഇത് മുഴുവൻ മദ്യത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നതാ. അപ്പൊ അങ്ങനെ ആ അവസ്ഥ തുടർന്നു കൊണ്ടിരിക്കുമ്പോഴും വീട്ടിൽ വളരെ മോശമായിരുന്നു. ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെട്ടിരുന്ന കാലഘട്ടമായിരുന്നു. കൊടുക്കാൻ തുണിയില്ല, വീടില്ല. വീട് ലോൺ കിട്ടിയതായിരുന്നു ഗവൺമെന്റിന്. അത് തേച്ചിട്ടില്ല, വാതിൽ വെച്ചിട്ടില്ല, ഓട് മാത്രം കമ്മിട്ടിയിരിക്കുകയാണ്. 2 മക്കളും വൈഫുമായി ഇവിടെ കഴിയുകയാണ്. ചായക്ക് പോലും പൈസ കൊടുക്കും. ഇങ്ങനെ കുടുംബം കഴിഞ്ഞു പോകുന്നു എന്നുള്ള ചിന്തയൊന്നും അന്നേരം എനിക്ക് ഉണ്ടായിരുന്നില്ല. അവര് പണിക്ക് പോയിട്ടുള്ള കൂലി കൊണ്ടായിരുന്നു കുടുംബത്തെ പോറ്റിയിരുന്നത്. മക്കളും അതേപോലെ തന്നെ പഠിച്ച് ഈ അവസ്ഥയിൽ തന്നെ പഠിച്ചു. എന്നെ ഒന്നും സ്കൂളിലേക്ക് കൊണ്ടുപോകത്തില്ല മോന്. കാരണം സ്കൂളിൽ ചെന്നാലും ഞാൻ മദ്യപിച്ച് അവിടെ ബഹളം ഉണ്ടാക്കും. എന്തെങ്കിലും ചെറിയ കാര്യത്തിൽ ബഹളം ഉണ്ടാക്കും എന്ന് വെച്ചിട്ട് എന്നെ കൊണ്ട് പരിചയപ്പെടുത്തത്തില്ല സ്കൂളിൽ. ആ വൈഫിന് മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. അപ്പൊ ആ പശ്ചാത്തലം അങ്ങനെ ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ വീട്ടുകാരെന്ന് പറയുമ്പോൾ വലിയ പുച്ഛമാണ് മറ്റുള്ളവർ. കാരണം വെച്ചാൽ എന്റെ മദ്യപാനം തുടങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് 11 മണി വരെ കുടിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും തല്ലുകയും പ്രശ്നം. അപ്പൊ അങ്ങനെ ഒത്തിരി പ്രയാസങ്ങൾ നേരിട്ട് കുടുംബം കഴിഞ്ഞു പോകുന്ന കാലഘട്ടം.
അപ്പോഴാണ് എൻ്റെ മക്കൾക്ക് ഒരു എൻ്റെ മോള് 9ാം ക്ലാസ്സിൽ പഠിക്കുക, മോന് 7. അപ്പോഴായിരുന്നു ഇവിടെ ഒരു സുവിശേഷകൻ വന്ന് സുവിശേഷം അറിയിച്ച് ധനം സഹോദരി എന്ന് പറഞ്ഞ സഹോദരിയുടെ വീട്ടിൽ. അവിടെ എന്റെ വൈഫ് ആത്മഹത്യക്ക് 2-3 പ്രാവശ്യം ശ്രമിച്ചു. ഞാൻ ഈ പറയുന്നതിനേക്കാൾ നല്ലത് അനുഭവിച്ചവർ പറയുന്നതായിരുന്നു. കാരണം ഞാൻ ആ മുഖാന്തരം ഒത്തിരി അനുഭവിച്ച വൈഫും മക്കളൊക്കെയാണ്. സാക്ഷ്യം സത്യത്തിൽ അവരനുഭവിച്ച വ്യത എന്താന്നുള്ളത് അവര് പറഞ്ഞാൽ തന്നെ അറിയത്തുള്ളൂ. പറയുന്നതിൽ അത്ര ഇതില്ല. കാരണം ആ സമയത്ത് ആത്മഹത്യയുടെ വക്കിലായിരുന്നു. മരിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കുടുംബം മുന്നോട്ട് കൊണ്ടുപോകും, കുടുംബത്തിലെല്ലാം കഴിയും എന്ന് ആകെ ബേജാറായി ഒരു ഭ്രാന്തിയെ പോലെ റോട്ടിൽ കൂടി നടന്നു പോകുമ്പോഴായിരുന്നു ധനം സഹോദരി എന്ന് പറഞ്ഞിരുന്ന സഹോദരി രക്ഷിക്കപ്പെട്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാക്കളെ സ്വീകരിച്ച് അവിടെ ഒരു ആരാധന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവരുടെ വീട്ടിലൂടെ മുമ്പിലൂടെ പോകുന്ന സമയത്താണ് ഈ സഹോദരി ആ വൈഫിനെ വിളിക്കുന്നത്. ലീല ഇങ്ങോട്ട് വാന്ന് പറഞ്ഞപ്പം എന്താണ് നീ ഇങ്ങനെ പോകാന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഇന്നിപ്പോ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇവന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, ജീവിച്ചിട്ട് കാര്യമില്ല, കുടുംബം കഴിയാനും ബുദ്ധിമുട്ട് ചേർന്ന് അറിയാൻ. അപ്പൊ ആ സഹോദരി ആണൊരു വാക്ക് പറഞ്ഞത്, ജീവിക്കുന്ന ദൈവമുണ്ട്, യേശുവിനെ സ്വീകരിച്ചാൽ നിന്റെ വീട്ടിലെ പ്രയാസങ്ങളൊക്കെ മാറും, അർത്ഥം വേണ്ട കാര്യത്തിനൊക്കെ പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഇത്രയും അമ്പലങ്ങളിലും അവിടെയൊക്കെ പോയതുണ്ട്, ഈ ഒരു കച്ചത്തിലും എന്തെങ്കിലും പിടിച്ച് കയറാൻ പറ്റും എന്നുള്ളതായിരുന്നു അപ്പം വൈഫിന്റെ ചിന്ത. കാരണം പലവിടെയും പോയി, അമ്പലത്തിലും പോയി, പല നേർച്ചകളും കഴിച്ചു. എനിക്കൊണ്ട് ശബരിമലയ്ക്ക് ഞാൻ 8 പ്രാവശ്യം പോയിട്ടുണ്ട്. 8 പ്രാവശ്യം ഞാൻ അയച്ചു. 9ാമത്തെ പ്രാവശ്യം അയക്കുന്നത് 101 ദിവസം വെറുതെ ഇരുന്നിട്ടാണ്. ആ സമയത്ത് മദ്യപിക്കാറൊന്നുമില്ല. സത്യത്തിൽ അങ്ങനെ 101 ദിവസം ഇരുന്ന് ഞാൻ മാലയിട്ട് ശബരിമലയ്ക്ക് പോയി. 102ാമത്തെ ദിവസം തിരിച്ചു വരുന്ന പഴനിയിൽ കൂടിയാണ്. അപ്പൊ പഴനിയിൽ ചെന്ന് ഇറങ്ങി മാല ഊരി അവിടെ മദ്യപിച്ച് ആ ഹോട്ടലിൽ തല്ലുന്നു. ആ 101 ദിവസം വ്രതം ഇരുന്നതിന്റെ ഒന്നുമില്ല. അവിടെ പഴനിയിൽ വന്ന് മാല ഊരിയ ശേഷം അവിടെ കുടിച്ച് ഹോട്ടലിൽ അടിയുണ്ടാക്കി വെച്ചു. അപ്പൊ എല്ലാം തീർന്നു, ഇനി ഒന്നുമില്ല, ഇനി അദ്ദേഹത്തിന് കൊണ്ടുപോകാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞപ്പോഴാണ് അപ്പൊ ആ സഹോദരി പറഞ്ഞത്, കർത്താവിനെ സ്വീകരിക്കാൻ യേശുവിനെ പ്രാർത്ഥിച്ച നിന്റെ വേദനകൾ മാറും എന്ന സഹോദരി പറയുകയുണ്ടായിരുന്നു. അങ്ങനെ അവർ ആരാധന കൂടാൻ അവിടെ ചെന്നു, മക്കളായിട്ട് പോയി. അവർക്ക് പിന്നെ ഞാനിതൊന്നും അറിയുന്നില്ല. ഞാൻ അറിയുന്നത് 5 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവര് കർത്താവിനെ ആരാധിക്കാൻ പോകുന്നത്. കാരണം അവിടെ പോയപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഞാൻ കാണുന്നു. കുടിച്ചു വരികയാണെങ്കിലും ഇവർക്ക് പ്രത്യേകിച്ചൊരു മാറ്റം കാണാൻ ഞാൻ കഴിഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സാധാരണഗതിയിൽ സമയം വൈകി വന്നിരിക്കുന്ന സമയത്ത് ഒക്കെ പ്രശ്നങ്ങളാണ്. കുടുംബത്തിൽ ചെലവിന് പൈസയില്ല, വരുന്നത് 11 മണിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ അപ്പം വരുന്ന സമയത്ത് 11 മണിക്ക് വന്നു കഴിഞ്ഞാൽ എന്താ എത്ര നേരത്തെ കിടന്ന്, 11 മണിക്ക് വന്നിട്ട് ചോദിക്കുക എത്ര നേരത്തെ കിടന്നെന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പൊ അവിടുത്തെ പ്രതികരണം ഇങ്ങനെയാ, ഞങ്ങൾക്ക് നേരത്തെ ഉറങ്ങി എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറ്റം സമ്മതിക്കുക, അപ്പൊ കുറ്റം സമ്മതിക്കല്ല, നേരത്തെ ഉറങ്ങി എന്ന് പറയുമ്പോൾ വിധിയില്ല. അപ്പൊ അങ്ങനെ എല്ലാത്തിലും മാറ്റം വന്നു. അപ്പൊ അവർക്ക് പിന്നീട് ഈ ചെലവിന് പൈസ വേണമെന്നോ, സിനിമയ്ക്ക് പോകണമെന്നോ, ഗോൾഡ് മേടിക്കണമെന്നോ, ഇത്യാദി കാര്യങ്ങൾക്ക് ഒന്നും അവർക്ക് ഇപ്പം ഒന്നും ആവശ്യമില്ല, ഒന്നും ചോദിക്കുന്നുമില്ല. അപ്പൊ ഒരു വലിയ വ്യത്യാസം ഞാൻ കണ്ടു തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ ഈ അമ്പലത്തിലുള്ള പൊങ്കൽ നടത്തുന്ന സമയത്ത് പിരിവിനൊക്കെ ഇറങ്ങാറ് സാഹചര്യം. ഈ ബസ്സൊക്കെ തടഞ്ഞു നിർത്തി പിരിവ് നടത്തുന്നതിൽ ഏറ്റവും ഇതൊക്കെയാണ്. ബസ്സൊക്കെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ബസ് നിർത്തി കാറൊക്കെ നിർത്തിയാൽ ഒരു പൈസ. അങ്ങനെ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സഹോദരൻ വന്ന് പറയേണ്ടത്, ഇവിടെ നീ അമ്പലത്തിന് പിരിവ് നടത്തിക്കൊണ്ടിരുന്നോ, നിന്റെ ഭാര്യയും മക്കളും അവിടെ പാട്ടുപാടി കൈകൊട്ടി പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നുള്ള രീതിയിൽ. ഞാൻ ഈ പാലക്കാട് ഭാഷയുടെ കയറി വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ ഈ പാലക്കാട് ഭാഷ അതിലേക്ക് കയറി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ആ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഇവര് ഈ കൈകൊട്ടി പാടിക്കൊണ്ടിരുന്നു, നീ ഇവിടെ പിരിഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ അപ്പോഴാണ് ഈ അറിയുന്നത് ഇവിടെ ആരാധനയ്ക്ക് പോകുന്നുള്ളത്. അപ്പൊ ആ സമയത്ത് അവിടെ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പാസ്റ്റർ അടിക്കാൻ വരെ ഞാൻ പോയിട്ട്, പാസ്റ്റർ സാംസൺ ആണ് ഞങ്ങളുടെ പാസ്റ്റർ, അദ്ദേഹത്തെ അടിക്കാനൊക്കെ പോയി വിഷയം ഉണ്ടാക്കി. പിന്നെ ഞാന് ഇങ്ങനെ ഒതുങ്ങി പോകണം, പോക്കട്ടെ, വീട്ടിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ, അവര് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എങ്കിൽ ഞാൻ പിന്നെ അതങ്ങ് വിട്ടു. അവര് ആരാധനയ്ക്ക് പോകണമെങ്കിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് വിട്ടു. കാരണം വീട്ടിൽ പ്രശ്നമില്ല, എല്ലാം സമാധാനമുണ്ട്, എനിക്ക് സുഖമായി കുടിച്ചു വരാം, ഒരു
കുഴപ്പമില്ല, അവർ തടസ്സം പറയുന്നില്ല, ഒരു വിഷയമില്ല, അവർക്ക് ഹാപ്പി, ഒരു കുഴപ്പമില്ല, സന്തോഷമായിരിക്കുന്നു. എന്നാ പിന്നെ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോയി അവര് തെറ്റിപ്പോണം. പിന്നെ അവര് ലാസ്റ്റ് ഞാൻ അവരുടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് മാറി അവരുടെ സഭയ്ക്ക്. കാരണം ഞാൻ മദ്യപാനം നിർത്തിയിട്ടില്ല, ആരാധനയ്ക്ക് പോകുന്നുമില്ല. എങ്കിലും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ മറ്റുള്ളവരാരും അവിടെ ഒന്ന് തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ള രാഷ്ട്രീയക്കാരൊന്നും എനിക്കതിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് എന്റെ കൂട്ടുകാരന്മാരിൽ 5 പേര് ആത്മഹത്യ ചെയ്യുന്നത്. ജോർജി സാർ പറഞ്ഞതിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ 4 പേരെന്ന് പറഞ്ഞത് 5 പേരാണ്. പക്ഷെ ഈ 5 പേരും സൂസൈഡ് ചെയ്തതാ, അല്ലാതെ രോഗം വന്നിട്ടൊന്നും മരിച്ചതല്ല. ഈ 5 പേരും മദ്യത്തിന് അഡിക്റ്റായി കുടുംബത്തിൽ സ്വൈരമില്ലാതെ ജീവിതം താറുമാറായി വീട്ടിൽ ബഹളം വെച്ച് വിഷയം ഉണ്ടാക്കി മരിച്ചവരാ. അതിൽ 2 പേര് തൂങ്ങി മരിച്ചതാ, 2 പേര് വിഷം കഴിച്ചു മരിച്ചതാ. ഈ 5ാമത്തെ വ്യക്തിയാണെങ്കിൽ ഓടുന്ന ട്രെയിനിന് കുറുകെ ചാടിയതാണ്. അപ്പം അത്രയും ഭയാനകമായിട്ടുള്ള അന്തരീക്ഷത്തിൽ കൂടി ഞാൻ കടന്നുപോയി. കാരണം എന്റെ വീട്ടിന്റെ ജനൽ തുറന്നു കഴിഞ്ഞാൽ കാണാവുന്ന രീതിയിലാണ് 2 സഹോദരന്മാർ ആത്മഹത്യ ചെയ്തത്. മാവിന്റെ കൊമ്പത്ത് തൂങ്ങി നിൽക്കുന്നതുമായി എനിക്ക് തോന്നുന്ന രീതിയിലൊക്കെ ആയത്. അപ്പൊ 5 പേര് ഇങ്ങനെ, 2 പേര് വിഷം കഴിച്ച, ഒരാള് ട്രെയിനിൽ ചാടി മരിച്ചു. ഇവരൊക്കെ കൂട്ടുകാരാണ്. 6ാമത്തെ വ്യക്തി ഞാൻ തന്നെ ആയിരിക്കും എന്നുള്ള ലെവലായി. ഇപ്പൊ മാത്രമല്ല, ഭക്ഷണങ്ങൾ വേണ്ട, വെള്ളം വേണ്ട, ഒന്നും വേണ്ട, മദ്യപാനം മാത്രം മതി. ഏത് കല്യാണ വീട്ടിൽ ചെന്നാലും അവിടെ മദ്യമില്ലെങ്കിൽ എനിക്ക് ചോറ് വേണ്ട എന്നുള്ള നിലയിലേക്ക് എത്തി. മദ്യം കിട്ടിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുക, അടിയുണ്ടാക്കുക, വിഷയം ഉണ്ടാക്കുക എന്നുള്ള ലെവലായി. എല്ലാ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരും വെച്ചിട്ട് കാര്യം പ്രശ്നം ഉണ്ടാക്കി, തല്ലുണ്ടാക്കി, കുടുംബക്കാർക്ക് വരെ, ദേശത്തും നാട്ടുകാർക്കും പാർട്ടിക്കാർക്കും കുടുംബക്കാർക്ക് ആർക്കും വേണ്ടാത്ത ഒരു പശ്ചാത്തലത്തിലേക്ക് ഞാൻ നീങ്ങി. ആത്മഹത്യ തന്നെ വഴി എന്ന് കരുതി. പിന്നെ ചിന്തിച്ചത് 44 വയസ്സായി, ഇനിയിപ്പം എന്തോ ചെയ്യുന്നത്. ഇന്നിപ്പം അസുഖം വന്ന് കിടക്കുകയാണെങ്കിൽ വല്ല വിഷവും കഴിച്ച് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ കിടപ്പിന് കീഴടങ്ങാനൊക്കെ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ 5 പേര് ആത്മഹത്യ ചെയ്യുന്നതും എനിക്ക് മാനസികമായി ടെൻഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അപ്പോഴേക്കും കുടുംബ പശ്ചാത്തലം താറുമാറായി, ആകെ തകർന്നു തകരുക. അപ്പം അവർക്ക് വിഷയം നോക്കി, അവർക്ക് സന്തോഷം. കാരണം കർത്താവിനെ അവർ അറിഞ്ഞു കഴിഞ്ഞു, ഞാൻ അറിയുന്നില്ല ഈ വിഷയങ്ങളൊന്നും. ഇതിനിടയ്ക്ക് ഇവര് മലമ്പുഴയിൽ ചെന്ന് വൈഫ് സ്ഥാനപ്പെട്ടിട്ടുണ്ട്, ആ വിവരം ഞാൻ അറിയത്തില്ല. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ കുടുംബത്തൊരു അന്തരീക്ഷ മാറ്റം ഞാൻ കാണുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഞാൻ ആകെ വിഷമിച്ച് എനിക്ക് ആത്മഹത്യയുടെ വക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കിയപ്പം ഞാൻ വൈഫിനെ വിളിച്ച് പറയുകയുണ്ടായി, എനിക്കൊരു 10 ദിവസം ഈ ഭാഗത്ത് നിന്ന് മാറി നിൽക്കണം. അത്രമാത്രം ഞാൻ പറഞ്ഞുള്ളൂ. മാറി എവിടെയെങ്കിലും, ഞാൻ മുക്തി ഭവനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എനിക്ക് 10 ദിവസം മാറി നിൽക്കണമെന്ന് വൈഫിനോട് പറഞ്ഞു. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും, ഞാൻ കർത്തുമല്ല. അപ്പൊ ഈ പശ്ചാത്തലം ഒന്ന് മാറണമെന്ന് പറഞ്ഞപ്പം വൈഫ് നേരെ പാസ്റ്ററെ വിളിച്ചു. ഇവിടെ നിന്നാണ് എന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത്. ദൈവത്തിന്റെ കരുതൽ ഇവിടെ കാണുന്നത് അവിടെയാണ്. കാരണം അവിടെ ഭയങ്കര കണ്ടീഷൻ നോക്കിയത്, ഈ വൈഫ് സാംസൺ പാസ്റ്റർ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുമ്പം സാംസൺ പാസ്റ്റർ വായിച്ചു കൊണ്ടിരിക്കുന്നത് തിരുവല്ലിയിലെ മരുപ്പച്ച എന്ന് പറഞ്ഞ ഒരു മാസികയാണ്. ആക്ച്വലി 9 മാസത്തിലോ വരുന്നതാണല്ലോ. ആ മാസികയില് അനാംസ് മുക്തി ഭവൻ, മദ്യപാനത്തിൽ നിന്ന് വിടുതൽ എന്നുള്ള ചെറിയ കോളം അവിടുത്തെ ഇതിന്റെ പ്രിയപ്പെട്ടവര് ഫ്രീ ആയിട്ട് അടിച്ചുവിട്ടതാണെന്ന് തോന്നുന്നു. അത് വായിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് എന്റെ വൈഫ് പാസ്റ്ററെ വിളിക്കുന്നത്. അത് വിളിക്കുന്നതും ഇത് വായിക്കുന്നതും തമ്മിൽ കണക്റ്റഡ് ഉണ്ട്. ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. കാരണം ഈ വൈഫ് വിളിക്കുന്ന സമയത്ത് അത് വായിക്കാം. അപ്പം പാസ്റ്റർ പറഞ്ഞു, ഒരു 5 മിനിറ്റ് ഞാനിപ്പം വിളിക്കാം എന്ന് പറഞ്ഞ് ആ പത്രത്തിൽ കാണുന്ന ഫോണിലേക്ക് വിളിക്കുകയാണ്. ആ ഫോൺ അറ്റൻഡ് ചെയ്തത് ജോർജി സാറാണ്. അനാംസ് മുക്തി ഭവനിലെ ജോർജി സാറ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. ഇങ്ങനെ പാസ്റ്റർ അദ്ദേഹവുമായി സംസാരിക്കുന്നു. അപ്പം അവിടെ ജോർജി സാർ പറയുകയാണ്, 15 ദിവസത്തെ കോഴ്സാണ് അന്നുണ്ടായിരുന്നത്, ഇന്ന് 21ആണ്. 15 ദിവസത്തെ കോഴ്സിന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ സാധ്യമാണ് എന്ന് പറഞ്ഞു. വരുന്നുണ്ട് ചോദിച്ചു, മരുന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പാസ്റ്റർ എന്നാൽ പിന്നെ ഞങ്ങൾ വരാം എന്ന് അവരോട് പറഞ്ഞിട്ട് വൈഫിനെ വിളിച്ച് വിവരം പറഞ്ഞു. സഹോദരി ഇങ്ങനെയാണ്, അവിടെ 15 ദിവസം നമുക്ക് അവിടെ കൊണ്ടിരുത്താം എന്ന് പറഞ്ഞു. അപ്പം ആ വിവരം എന്നെ അറിയിച്ചു. അപ്പൊ മദ്യപാൻ ഇങ്ങനെ പോണം പറഞ്ഞപ്പം എവിടെയാണ് ചോദിച്ചപ്പോ തിരുവല്ലിയിലാണ്. മരുന്നുണ്ടോ ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞു.
മരുന്നില്ലാതെ അവിടെ പോയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. പ്രാർത്ഥനയും കൗൺസിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ പ്രാർത്ഥനയാണെങ്കിൽ അതിപ്പോ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതിയല്ലോ, ഇപ്പൊ ഇതിനു വേണ്ടി തിരുവല്ലയ്ക്ക് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോഴാണ് ഈ ധനൻ സഹോദരിയുടെ ഭർത്താവ് അന്നേരം ഉണ്ടായിരുന്നു. ഇന്ന് കർത്തൃസന്നിധിയിലാണ് അദ്ദേഹം, ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അന്ന് സുന്ദരം ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, നീ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. കാരണം നിന്റെ രാഷ്ട്രീയക്കാർ നിന്നെ അതിന് അനുവദിക്കില്ല. ഭീഷണിപ്പെടുത്തുകയല്ല, എന്തെങ്കിലും കാര്യം പറഞ്ഞ ഇവിടെ ഒരു ദിവസം കണ്ടില്ല എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ആളായിരിക്കും. എന്റെ പേര് സുബ്രഹ്മണ്യനാണെങ്കിലും ചുപ്ര എന്നാ വിളിക്കുന്നത്. യോഗി സാർ പറഞ്ഞു കാണാമല്ലോ, ചുപ്ര എന്നാ വിളിക്കുന്നത്. ചുപ്ര ഒരു നേരം കണ്ടില്ലെങ്കിൽ, ദിവസം കണ്ടില്ലെങ്കിൽ പിറ്റേ ദിവസം രാഷ്ട്രീയക്കാര് ആളായിരിക്കും വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ നിനക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ഒരു സജഷൻ എനിക്ക് അത് മനസ്സിലായി. കാരണം ശരിയാ, അത് പറ്റില്ല എന്നോ, ഇത് ഇവിടെ നടക്കില്ല എന്നുള്ളത് മനസ്സിലായി. ഇതിലൂടെ വരുന്ന അപ്പം തന്നെ ആ കക്ഷി പറഞ്ഞപ്പം ഞാൻ അത് അംഗീകരിച്ചു. എന്നാലും മനസ്സില്ല മനസ്സോടി പോകാൻ തീരുമാനിച്ചു. അപ്പം എന്റെ വൈഫ് എവിടെ നിന്ന് ഒരു 350 രൂപ കടം വാങ്ങിച്ചിട്ട് എന്നെ അയക്കാനുള്ള തീരുമാനത്തിൽ എത്തി. അങ്ങനെ 350 രൂപ എന്റെ കയ്യിൽ തന്ന് കാലത്ത് 5:30 മണിക്ക് ബസ്സുണ്ട്, ആ ബസ്സിൽ കയറി കഴിഞ്ഞ കണക്ടർ ബസ്സിൽ എനിക്ക് ഒലവക്കോട് ചെന്ന് ബസ് ട്രെയിൻ കയറി പോകും, അവിടെ സാംസൺ പാസ്റ്റർ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബസ് കയറാൻ പോകുന്ന സമയത്ത് തന്നെ ഈ 350 രൂപയിൽ നിന്ന് അന്ന് 40 രൂപ കൊടുത്ത് ഒരു ക്വാർട്ടർ ആ നേരം തന്നെ കുടിച്ചു. അന്ന് രാവിലെ രാത്രിയൊക്കെ അവിടെ സാധനം കിട്ടും, നമ്മുടെ പരിസരത്തൊക്കെ കിട്ടും. അങ്ങനെ ആ 350 രൂപയിൽ നിന്ന് 40 രൂപ ഞാൻ ആ 5:30 മണിക്ക് ബസ് കയറുന്നതിന് മുമ്പായി ക്വാർട്ടർ കുടിച്ചിട്ടാണ് ഞാൻ ഈ അനാംസിലേക്ക് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അതിനു മുമ്പൊക്കെ കുടുംബം കഴിയുമ്പോൾ എന്റെ മകൻ 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് പഠനത്തിന് പോയി കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ കൊല്ലപ്പണി എടുത്ത് കിട്ടുന്ന പൈസ കൊണ്ടായിരുന്നു അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. അന്നേരം 2-3 രൂപയൊക്കെ കിട്ടത്തുള്ളൂ. 6-ാം ക്ലാസ്സിലും കണ്ടാൽ മോൻ പഠിക്കുമ്പോൾ അവൻ വൈകുന്നേരം വന്നിട്ട് കൊല്ലപ്പണി എടുത്തിട്ട് അവിടുന്ന് കിട്ടുന്ന 2-3 രൂപയൊക്കെ കൊണ്ടും അത് അമ്മയുടെ കൊണ്ട് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ കുടുംബം കഴിഞ്ഞിരുന്നത്. എനിക്ക് ഒത്തിരി പൈസയൊക്കെ എനിക്ക് കിട്ടും, രാഷ്ട്രീയക്കാർ തരും, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാനത് തീരുന്നവരെ വീട്ടിലേക്ക് വരത്തില്ല. ഞാന് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് മദ്യപിക്കുന്ന സമയത്ത് വീട്ടിൽ 10 രൂപ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. ഒരു സാരി പോലും ഇല്ലാതെ എന്റെ വൈഫ് കരഞ്ഞിട്ടുണ്ട്. 10 രൂപയ്ക്ക് വേണ്ടി എന്റെ പിന്നാലെ കെഞ്ചി വന്നിട്ടുണ്ട്. ഞാൻ ആ കല്ലെടുത്ത് എറിഞ്ഞു കൊടുക്കുകയായി ഉള്ള അനുഭവങ്ങളായി. പക്ഷെ അപ്പോഴും ഞാൻ ഈ സ്റ്റാർ ഹോട്ടലിൽ ഇരുന്നിട്ട് ടിപ്പ് കൊടുക്കുന്നത്, ഈ വിളമ്പുന്നവർക്ക് ടിപ്പ് കൊടുക്കുന്ന 10 രൂപ കൊടുക്കുന്ന സമയത്ത് എന്റെ വീട്ടുകാർ 10 രൂപ ചോദിച്ചാൽ കൊടുക്കുന്നില്ല. ആ ലെവല് എന്ത് സംഭവം എനിക്ക് അറിഞ്ഞുകൂടാ. ആ മദ്യത്തിന് അടിമപ്പെട്ടതിന്റെ കാരണം കൊണ്ട് എനിക്കതൊന്നും ഒരു വ്യക്തതയുമല്ല, കൊടുക്കത്തില്ല. അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ മോള് ഈ പ്രതികൂല സാഹചര്യത്തിലും പഠിച്ച് അവൾ വിജയിച്ചു. പക്ഷെ എന്റെ മോൻ ഈ എന്റെ കാരണം ഞാനാണ് അതിന് ഉത്തരവാദി എന്ന് ഞാൻ ഏറ്റു പറയുകയാണ്. കാരണം ഞാൻ കാരണം എന്റെ മകന്റെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ 10-ാം ക്ലാസ്സോടുകൂടി അവസാനിപ്പിക്കുന്ന ഗതികേട്ടിൽ എത്തിച്ചത് ഞാനാണ്. പക്ഷെ അവൻ ആ സമയം വരെയും അധ്വാനിച്ച് കുടുംബം നോക്കിക്കൊണ്ടിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ സാംസൺ പാസ്റ്റർ എന്നെ അനാംസിൽ കൊണ്ട് എത്തിക്കുന്നു. ഇതോടെ എന്റെ BC അവസാനിക്കുകയാണ്. ഇനി തുടങ്ങാൻ പോകുന്നത് AD കടക്കാൻ പോകുന്നു. അനാംസ് മുഖ്യഭവനിൽ എത്തിയതോടുകൂടി പഴയ ചരിത്രം മാറാൻ പോകുന്നു എന്നുള്ളതാണ്. അവിടുത്തെ 15 ദിവസമാണ് ഇനി എനിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞാൽ AD കടക്കുകയാണ്. അപ്പം പാസ്റ്റോടെ കൊണ്ട് എത്തിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഷിവറിങ് ഉണ്ടായിരുന്നു. പാസ്റ്റർ വരുമ്പോൾ ഭക്ഷണങ്ങളൊന്നും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് മദ്യപാനം മാത്രം മതി. മദ്യം കിട്ടിയില്ലെങ്കിൽ ഷിവറിങ്. ഞാൻ അന്നേ ദിവസം രാവിലത്തെ 5 മണിയുടെ ക്വാർട്ടറിലാണ് ഞാനൊരു 11 മണി വരെ പിടിക്കുന്നത്. അത് ആ മീറ്റർ ഇറങ്ങാൻ തോറും എനിക്ക് ഭയം, പേടി, ഒക്കെ പാടെയുള്ള ബേജാറായി. കാരണം അവിടെയൊക്കെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ എന്താകും ഏതാകും ഒരു സമാധാനവും ഇല്ലല്ലോ. പാസ്റ്റർ അവിടെ കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞ ശേഷം പാസ്റ്റർ തിരിഞ്ഞു വന്നു. അന്നേ ദിവസം ഞാൻ ഉറങ്ങിയിട്ടു. കാരണം എനിക്ക് മദ്യമില്ലാതെ ഉറക്കവും എന്റെ കൈ ഷിവറിങ്ങും ആകെ വേവലാതിയും ഒക്കെ ആയി, ആകെ വിഷയങ്ങളായി. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഭക്ഷണം ചോദിച്ച ഭക്ഷണം വേണ്ട. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പം ഇത് പ്രാർത്ഥന തുടങ്ങി. ഞാൻ ചെന്ന വഴിക്ക് ഇത് പ്രാർത്ഥന തുടങ്ങി. അവരൊക്കെ അവിടുത്തെ സ്നേഹം ഏറ്റവും മസ്റ്റാണ്. കാരണം അവിടെ ചെന്ന വഴിക്ക് ഞങ്ങൾക്ക് ഇവിടെ കിട്ടാത്ത ഒരു സ്നേഹം. നമ്മളെ കണ്ടതും ഇവിടെ വാതിൽ കൊട്ടിയെടുക്കുന്ന അവസ്ഥയാണ്.
നമ്മുടെ വണ്ടിത്താവളം നാട്ടിലൊക്കെയാണ് പറഞ്ഞത്, എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയന്നോടുകയാണ് ആ ജനങ്ങൾ. നമ്മളെ കണ്ട് വാതിൽ അടയ്ക്കും. നമുക്കൊരു സ്നേഹം അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന വഴിക്ക് സഹോദര ഭക്ഷണത്തിൽ വിളിക്കുന്ന ഒരു ശൈലി എനിക്കത് അത്ഭുതമായി. കാരണം സഹോദര എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞു. അതിൽ തന്നെ എനിക്ക് ഒരു വ്യത്യാസം. കാരണം പറഞ്ഞാൽ ആ സ്നേഹം സഹോദര എന്ന് ആരാ പറയാ ഈ കാലത്ത്, ഈ പറഞ്ഞ് ഈ കുടിച്ചു നടക്കുന്ന ഒരു വ്യക്തിയെ എന്നുള്ള ലെവലായി. അപ്പൊ ആദ്യത്തെയും രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു. ആദ്യ ദിവസം കഴിഞ്ഞു, പിറ്റേ ദിവസം കഴിഞ്ഞു. അതിന്റെ പിറ്റേ ദിവസം ആയപ്പം അതിന്റെ ഷിവറിങ് നിന്നുപോയി. അപ്പൊ ആദ്യത്തെയും രണ്ടാമത്തെ ദിവസം ഞാൻ കട്ടൻ കാപ്പി തന്നപ്പം എനിക്ക് കുടിക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം ബുദ്ധിമുട്ടാണ്, കൈ കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞൊക്കെ തട്ടിപ്പോയി. സാറ് പറഞ്ഞതുപോലെ ഞാൻ കിണത്തിൽ ഒഴിച്ചതൊക്കെയാണ്. കാരണം എനിക്ക് കൈ കൊണ്ട് കുടിക്കാൻ ഒക്കത്തില്ല. പിന്നെ പിറ്റേ ദിവസം ആയപ്പോ ക്ലാസ് കൊണ്ട് എനിക്ക് നേരിട്ട് കുടിക്കാൻ പറ്റുന്ന അവസ്ഥയ്ക്ക് ഇപ്പൊ എനിക്ക് സംശയം നേരിട്ടു. കാരണം ഇതിൽ അത്ഭുതം ഇവർ മരുന്ന് തരുന്നുണ്ട് എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ. കാരണം എന്റെ മക്കളബുദ്ധിയാണ് അത്. കാരണം അത് അങ്ങനെയായിരുന്നു, ആ സാഹചര്യത്തിൽ അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ ഈ ഒരു മരുന്നില്ലാതെ ഇപ്പൊ രണ്ടാമത്തെ ദിവസം തന്നെ ഈ ഷിവറിങ് മാറണമെങ്കിൽ മരുന്നില്ലാതെ നടക്കില്ല. കാരണം ഞാനിവിടെ ഹോസ്പിറ്റലിൽ പോയി മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ, നിന്റെ മദ്യപാനം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ കാലത്ത് 5 മണി തൊട്ട് 11 മണിയാണെന്ന് പറഞ്ഞത്. അപ്പൊ അവര് 2 മണിക്കൂർ വെച്ചിട്ട് 5 മണി എന്നുള്ളത് 7 മണി ആക്കണം, 11 എന്നുള്ളത് 9 ആക്കണം. അങ്ങനെ ഓരോ ദിവസവും ഇല്ലെങ്കിൽ ഓരോ ആഴ്ചയിലേക്ക് ഓരോ മാസവും കുറച്ച് 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 കൊണ്ടുവന്നാൽ മാത്രമേ ഇത് നിർത്താൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ നിർത്താൻ പറ്റില്ല. പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ ആള് തട്ടിപ്പോകുന്നൊക്കെ പറഞ്ഞിരുന്ന ഡോക്ടർമാരുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് 2 ദിവസം കഴിഞ്ഞ് ഇവിടെ ഷിവറിൽ നിൽക്കുന്നത്. അത് വിശ്വസിക്കണോ ഇത് വിശ്വസിക്കണോ എന്നുള്ള രണ്ടിന്റെയും ഇടയിലായി പോയി. അപ്പോൾ എനിക്ക് സംശയം വന്നു, ഇതിനകത്ത് മരുന്നുണ്ട് എന്നുള്ളത്. മരുന്നില്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആ ബ്രേക്ക്ഫാസ്റ്റിൽ ഇന്ന് തന്നെ എനിക്ക് തരുന്ന അവിടുത്തെ പശ്ചാത്തലം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആ ഉള്ള ഫുഡ് ഷെയർ ചെയ്ത് എല്ലാം വിളമ്പി വെച്ച ശേഷം പ്രാർത്ഥിച്ച് ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുക എന്നുള്ളതാണ്. അവിടെ എത്ര പേരുണ്ടോ അവര് അത്രയും പേര്. അപ്പം അങ്ങനെ എന്റെ അടുത്തുള്ളത് നാടനായിരുന്നു. അപ്പൊ എന്റെ മുമ്പിലും വെച്ച് പ്രാർത്ഥിച്ച് കഴിക്കാൻ പോകുന്ന ഭാഗത്ത് ഞാൻ എന്റെ പ്ലേറ്റ് എടുത്ത് വാർഡിന് വെക്കുകയും വാർഡിന്റെ പ്ലേറ്റ് എടുത്ത് ഞാൻ ഭക്ഷിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇതിനകത്ത് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ആ സമയത്ത് വാർഡൻ എന്റെ കയ്യിൽ പിടിക്കും, ഇല്ലെങ്കിൽ തടയും എന്നുള്ളതാണ് എന്റെ അന്നത്തെ തോന്നലും അന്ന് തോന്നിയ ബുദ്ധിയും. അപ്പൊ അങ്ങനെ ഞാൻ ഈ പ്ലേറ്റ് മാറ്റിയപ്പം വാർഡനൊന്നും പറഞ്ഞില്ല, എല്ലാവരും ഭക്ഷിച്ചു കഴിഞ്ഞു. അപ്പൊ ആ സംശയം അവിടെ മാറി കിട്ടുകയാണ്. ഇതൊരു അത്ഭുതം തന്നെയാണ് എന്ന് മനസ്സിലായി. അത്ഭുതമായി. കാരണം എനിക്ക് ഇങ്ങനെ ഒരു ഷിവറിങ് മാറുകയും മരുന്നില്ലാതെ മാറുകയും ചെയ്തു പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ കൂടുതൽ അലട്ടലായി. കാരണം മനസ്സിൻ്റെ ഉള്ളിൽ വേറെ വേവലാതികളൊക്കെ എന്താ സംഭവിക്കുന്നത് എനിക്കൊരു ആകെ അവിടെ 2 ദിവസം കഴിഞ്ഞു 3 ദിവസം കഴിഞ്ഞു. ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് ക്രിസ്ത്യാനികളെ കുറിച്ചോ ക്രിസ്ത്യാനികളെ ബൈബിളിനെ കുറിച്ചോ ഈ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ തുച്ഛമായി കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അവരെ കളിയാക്കി വരാൻ പ്രശ്നം ഉണ്ടാക്കിയതിന് അടിക്കാൻ പോയതാണ്, പ്രശ്നം ഉണ്ടാക്കാൻ പോയതാണ്, സഭതല്ലി തകർക്കാൻ പോയ വ്യക്തിയാണ്. എങ്കിലും ഇവിടെ ഇരിക്കുന്ന സമയത്ത് മോളൊക്കെ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്റെ അടുത്ത് ഞാൻ ബൈബിൾ എന്താണെന്നറിയില്ല, സ്തോത്രം എന്താണെന്നറിയില്ല, സ്തുതി എന്താണെന്നറിയില്ല, ക്രീസ്തലോട് എന്തൊക്കെയാണ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ സ്തോത്രം ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം എന്റെ മോൾ എന്റെ അടുത്ത് ചില സമയത്ത് കുടിച്ച് ബോധമില്ലാണ്ട് വരുന്ന സമയത്ത് എനിക്ക് ബൈബിൾ തരുമായി. ബൈബിൾ തന്നിട്ട് എൻ്റെ അടുത്ത് മോള് എൻ്റെ അടുത്ത് പറയും, മത്തായി സുവിശേഷം 16-17 എടുത്ത് വായിക്കും എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു ഏത് മത്തായി, ഏത് 16, ഏത് 17 എനിക്കൊന്നും അറിയില്ല. കാരണം എനിക്ക് ബൈബിളെ കുറിച്ച് അറിയില്ല, സുവിശേഷത്തെ കുറിച്ച് അറിയില്ല, അതിന്റെ അധ്യായം അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ ഏത് മത്തായി, ഏത് 16, ഏത് 17 അത് കൊണ്ടുപോകും എന്ന് പറയുന്ന ഒരു അവസ്ഥ. എന്റെ മോളുടെ ചിന്ത എന്തായിരുന്നു അറിയുടെ, ആ മത്തായിയുടെ സുവിശേഷം വായിക്കണം എന്നുള്ളതല്ല, ഈ ബൈബിൾ ഒന്ന് എന്റെ അച്ഛൻ തൊട്ട് കഴിഞ്ഞാല് മദ്യപാനം മാറിക്കിട്ടുമെന്നുള്ള ചിന്തയായിരുന്നു എന്റെ മകളുടെ ചിന്ത. അങ്ങനെയെങ്കിലും ബൈബിൾ തൊട്ടിട്ടെങ്കിലും എന്റെ അച്ഛന്റെ മദ്യപാനം എന്ന് ചിന്തിച്ചിരുന്ന എന്റെ മകള് ബൈബിൾ എന്റെ കയ്യിൽ തന്നെ. ഞാൻ ഇപ്പോഴാണ് അത് ചിന്തിക്കുന്നത്. കാരണം അത്രയും പ്രസക്തി ഇതുള്ള ഒരു ബൈബിളാണ് അത്. ബൈബിളിനെ തൊട്ട് കഴിഞ്ഞാൽ ഉണ്ടായ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. അതിന് അത്രയും പവർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന മോള് അത് പഠിക്കാൻ പറഞ്ഞു.
അങ്ങനെ ഇരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഞാൻ അവിടെ ചെന്ന് ഇതൊക്കെ മാറിയ ശേഷം അവിടെ പ്രാർത്ഥനയൊക്കെ ചുമ്മാ ഇരുന്ന് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. 3 ദിവസം കൊണ്ട് ചാടിപ്പോരാന്ന് പറഞ്ഞ് വിചാരിച്ച എലി ചാടിയിട്ട് ചാടിപ്പോയിട്ട് വരാന്നുള്ള ഉദ്ദേശത്തിന്റെ പേരിൽ പോയ വ്യക്തിയാണ്. 3 ദിവസം കഴിഞ്ഞ് 4-മത്തെ ദിവസം ആയപ്പോ വീട്ടുകാരെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞപ്പോ അന്നേരം ഫോണൊന്നും നമുക്ക് കൈ തരത്തില്ല. അപ്പൊ വിളിക്കണമെന്ന് പറഞ്ഞപ്പം ഞാൻ വൈഫിനെ വിളിച്ച് ഞാൻ സ്തോത്രം പറഞ്ഞു. അപ്പം വൈഫിനെ വിളിച്ച് ആദ്യം തന്നെ സ്തോത്രം പറഞ്ഞപ്പോ അവർക്ക് കൊള്ള കണ്ട് കിട്ടിയത് പോലെയായി. എന്റെ ഭർത്താവ് സ്തോത്രം പറഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞു എന്ന് പറഞ്ഞപ്പം അവർക്ക് അത്ഭുതമായി. കാരണം അവർക്ക് എന്തോ കിടക്കാത്ത സാധനം കിട്ടിയ ലെവലിൽ അവർക്ക് സന്തോഷം, അത്രയും വലിയ സന്തോഷമായി. അച്ഛൻ ദൈവത്തെ അറിഞ്ഞു, എന്റെ വൈഫും ഭർത്താവും ദൈവത്തെ അറിഞ്ഞു സ്തോത്രം പറഞ്ഞു എന്നുള്ള ഒരു ചിന്തയിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ആ സ്തോത്രത്തിൽ ഇത്രയും വലിയുണ്ടെന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവിടെ ഇരുന്നു. 4 ദിവസവും കഴിഞ്ഞു, 5 ദിവസവും കഴിഞ്ഞു. എല്ലാം മാറി അവിടെ സെറ്റായി 15 ദിവസം കഴിഞ്ഞു. 10-മത്തെ ദിവസം ഈ മാസം 8-ാം തീയതി 18-ാം തീയതി ഞാൻ അവിടെ ചെല്ലുന്നത്. 28-ാം തീയതി വൈകുന്നേരം 7:45 എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ദൈവം സഹായിച്ചു. അതായത് ഈ 7-9 ദിവസം കഴിഞ്ഞതും ജ്യോതി സാർ വന്നു. എനിക്ക് സന്തോഷമാണോ ചോദിച്ചു. ആ സന്തോഷമാണെന്ന് പറഞ്ഞു. ഈ സന്തോഷം തന്നിട്ടുള്ള ആ ദൈവത്തെ രക്ഷിതാവായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 100% എനിക്ക് സമ്മതമാണ്. എന്റെ വീട്ടുകാർ നേരത്തെ ഈ ദൈവത്തെ അറിഞ്ഞു. അത് എനിക്ക് മുമ്പത് അറിയാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞോളൂ. അതൊക്കെ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു. എന്റെ വൈഫാണെങ്കിൽ ഭാര്യ വീട്ടിനകത്ത് അമ്പലം ഉള്ളതാണ്. കുടുംബ ക്ഷേത്രം എന്നൊക്കെ പറയുന്ന പോലെ വീട്ടിനകത്ത് കുടുംബ കോവില് വെച്ച് പൂജിച്ചവരാണ്. അവരാദ്യം ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു. ഇതൊന്നും ഇല്ലാത്ത ഞാന് ഈ ഇത്രയും പെട്ടെന്ന് അറിയാത്തതിന്റെ കാരണം എന്താണ്? എന്റെ വൈഫ് നേരത്തെ അറിഞ്ഞല്ലോ. ഇത് അറിഞ്ഞ ദൈവത്തിന് ഞാൻ ഇത്രയും 15 വർഷം വൈകിയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഇതിലിപ്പം ഞാൻ വിട്ടുപോയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 15 വർഷം ഇവർ രക്ഷിക്കപ്പെട്ട ശേഷം എനിക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി ഇത്രയും പ്രാർത്ഥിക്കുന്നത് അപൂർവമാണ്. കാരണം ഒരു വിഷയം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ 1 മാസമോ 2 മാസമോ പ്രാർത്ഥിക്കും, അതിലുപരിയായി അപ്പുറം കിടക്കത്തില്ല. പക്ഷെ ഇവിടെ എന്താണ്, പോകുന്ന ഭാഗത്ത് മുഴുവൻ ഭർത്താവ് മദ്യപാനിയാണ്, നിങ്ങൾ എന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ കൺവെൻഷന് പോകുമ്പം അവിടെ പറയും എന്റെ ഭർത്താവ് മദ്യപാനിയാണ് പ്രാർത്ഥിക്കും. പല സഭകളിലും ഇപ്പൊ കോളനി സഭയാണെങ്കിലും ഉലവക്കോട് കോളനി സഭയിലും അതുപോലെ തന്നെ കഞ്ചിക്കോടുള്ള സഭയിലും നമ്മുടെ സഭയിലും പോകുന്ന ഭാഗത്ത് എല്ലാ പാസ്റ്റർമാരുടെ മുമ്പിൽ പറയും എന്റെ ഭർത്താവ് മദ്യപാനിയാണ്, പ്രാർത്ഥിച്ച് ജീവിക്കുന്നതൊക്കെ അവര് എല്ലാവരുടെയും ഒരു പ്രാർത്ഥന അത്ര ഇതായിരുന്നു. ഇപ്പൊ ഒരു ദിവസം ഞാൻ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന് കാരണം ഉണ്ട്. കാരണം ഞാൻ ഒരു ദിവസം ഈ മദ്യപിച്ചിട്ട് അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ട് പോവുക പാർട്ടിക്കാർക്ക് വേണ്ടി. ആ സമയത്ത് ഈ ധനസഹോദരി ചേച്ചി തായക്ക എന്ന് പറഞ്ഞൊരു സഹോദരിയുണ്ട്. അവര് കഞ്ചിക്കോടുള്ള സഭയത്തെയാണ്. അവര് വന്നു, ഇവര് 3 പേരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അലർന്ന ശബ്ദത്തോടുകൂടി റോഡ് സൈഡിലായിരുന്നു അവര് വീട്. ശബ്ദിച്ച് പോകുന്ന സമയത്ത് തായക്ക അത്ഭുതപ്പെട്ടിട്ട് ചോദിക്കുകയാണ്, ആരാ ഇങ്ങനെ കത്തിക്കൊണ്ട് പോകുന്നത്? നല്ല സൗണ്ട് ആണല്ലോ കത്തിക്കൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ഭാര്യയ്ക്ക് അറിയുന്നത് എന്റെ കെട്ടിയനാണെന്നുള്ളത് അറിയും, ഭാര്യയ്ക്ക് അറിയും. എന്നിട്ട് ഭാര്യ പറഞ്ഞു, ഇത് ഭർത്താവാണ്. അപ്പൊ നമുക്ക് കൈകോർത്ത് പ്രാർത്ഥിക്കാം. ഈ നിലവിളി അല്ലെങ്കിൽ ഈ ഒച്ചപ്പാട്, ഈ കത്തലൊക്കെ നമ്മുടെ കർത്താവിന് വേണ്ടി നിലവിളിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം പറഞ്ഞു എന്നൊരു കൈകോർത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒത്തിരി പ്രാർത്ഥന എനിക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് പ്രാർത്ഥന എനിക്ക് വേണ്ടിയുണ്ട്. 15 വർഷമായിട്ട് അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നെ പ്രാർത്ഥിച്ച അതിന്റെ ഭാഗമായിട്ട് ദൈവം മുന്നമേ കണ്ടതായിരിക്കാം എന്റെ പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആ പഴനി ക്ഷേത്രം കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പഴനി ക്ഷേത്രത്തിന്റെ അവകാശമുള്ളയാളാണ് സാംസൺ പാസ്റ്റർ. അദ്ദേഹത്തിന് ഒരു വെളിപ്പാടുണ്ടായി. അവിടെ നിന്ന് നടന്ന് ട്രാക്ട് കൊടുത്ത് നടന്ന് തിരുവനന്തപുരം വഴി നടന്ന് ഇങ്ങനെ തിരുവല്ല വഴിയൊക്കെ വന്ന് എറണാകുളമൊക്കെ കഴിഞ്ഞ് പാലക്കാട് സ്റ്റക്കായി. അപ്പൊ ഞാനിപ്പോ ചിന്തിക്കുന്നത് ദൈവം അവിടെ നിന്ന് അയച്ചത് എന്നെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണോ എന്നൊരു തോന്നൽ എനിക്ക് മനസ്സിലുണ്ടായി. ഇവിടെ വന്ന ശേഷം അദ്ദേഹം 4-5 സഭയുണ്ടാക്കി, എല്ലാവർക്കും കൊടുത്തിരിക്കും. മീനാക്ഷിപുരത്ത് സഭ അദ്ദേഹം ഉണ്ടാക്കി ഒരവിടെ ഏൽപ്പിച്ചു. ഈ പറഞ്ഞ കഞ്ചിക്കോട് സഭയുണ്ടായിരുന്നു, മലമ്പുഴയുടെ ഭാഗത്ത് ഒരു സഭയുണ്ടായിരുന്നു, ഇപ്പൊ കോളനി സഭയിൽ ഒരെണ്ണമുണ്ട്, വണ്ടിത്താവളത്തിൽ സഭയുണ്ട്. ഇതൊക്കെ ഇദ്ദേഹം പോയി പ്രാർത്ഥിച്ചുണ്ടാക്കിയതാണ്.
അതിൽ ഇപ്പൊ മാത്രം പുതിയൊരു മാസ്റ്റർ വെച്ചിട്ടുണ്ട്. പള്ളി സഭയിൽ ഇപ്പോഴും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പാസ്റ്റർ. ഇവിടെ വന്ന ആ പാസ്റ്റർ ആണ് ഇതിന് മുഖാന്തരമായി പ്രാർത്ഥിക്കുകയും എന്നെ ഒരുപാട് സഹിക്കുകയും ചെയ്ത ഒരു പാസ്റ്ററാണ് സാംസൺ പാസ്റ്റർ. അങ്ങനെ ഇവരെല്ലാം പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. വിട്ടുപോകുമെന്നുള്ള ഇവരെയൊന്നും മറക്കാൻ എനിക്ക് ഒക്കത്തില്ല. കാരണം ദൈവത്തിന് നന്ദി കരകയറ്റുന്ന സമയത്ത് ഇവരൊക്കെ വരണം. പണ്ഡിതാവളം സഭ വരണം, കഞ്ചിക്കോട് സഭ വരണം, കോളനി സഭ വരണം, ഞങ്ങളുടെ സെന്റർ വരണം, പ്രാർത്ഥിച്ച ദൈവദാസന്മാര് വരണം, മുക്തിഭവൻ വരണം, അതിലെ ഡയറക്ടർമാര് വരണം, അനാംസ് വരണം, ജോർജി സാറ് കുടുംബം വരണം. ഇവരൊക്കെ വരണം. ഒന്നും എനിക്ക് വിട്ടുപോകാൻ പാടില്ല. വിട്ടുപോയാൽ നന്ദി കേടാകും എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. കാരണം ആരെയും വിട്ടുപോകരുത്. ഇവരെല്ലാം എന്റെ വിടുതലിന് വേണ്ടി ദൈവം മുഖാന്തരമാക്കിയവർ. അങ്ങനെ അവിടെ അങ്ങനെ ഈ ചോദ്യം എന്നോട് ചോദിക്കുകയാണ്, ആ ദൈവത്തെ നിനക്ക് സ്വന്തം രക്ഷിതമായി സ്വീകരിക്കാൻ തയ്യാറാണോ, സഹോദരൻ തയ്യാറാണോ ചോദിച്ചപ്പോൾ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അദ്ദേഹം എന്നെ ഇരുത്തി അവിടെ പ്രാർത്ഥിച്ച് ഞാൻ അദ്ദേഹം പറയുന്നത് മുഴുവൻ അതേപടി പറഞ്ഞ് എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ചു. അന്ന് അവിടെ ഒരു ഉത്സവമായിരുന്നു. ആ മുക്തി ഭവനിൽ അന്ന് ഉത്സവം, കാരക്കലായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇതൊരു ഉത്സവം മാതിരിയാണ്. സഹോദരൻ രക്ഷിക്കപ്പെടും. ഇത് എന്തൊരു സ്നേഹമാണ്. അവിടെ ചെന്ന ശേഷം നമ്മുടെ ഇവിടെയുള്ളവരാണെങ്കിൽ ആകെ പരിഹാസവും നിന്ദയുമായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ വലിയ വലിയ കോടീശ്വരന്മാരൊക്കെ തോളിൽ കൈയിട്ട് ഭവനത്തിനകത്ത് കൊണ്ടുപോയി കൂടെ ഇരുത്തി ഭക്ഷണം കഴിക്കുന്ന ആ വലിയ സ്നേഹം, ആ ക്രിസ്തീയ സ്നേഹം രുചിച്ചറിയുകയായിരുന്നു. ഇത് ഒരു കാലയളവിൽ എനിക്കിത് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നെന്റെ മനസ്സിൽ തോന്നി. അപ്പൊ തന്നെ ഈ വ്യത്യാസങ്ങൾ മുഴുവൻ വന്നു. ഇവിടെയാണെങ്കിൽ ആരും വാതിൽ കൊട്ടിയടയ്ക്കുന്ന ഭാഗത്ത് അവിടെ ആ തോളിൽ കൈയിട്ട് ഊണുമേശയെ കൊണ്ട് ഇരുത്തി അടുത്തിരുന്ന് ഈ കുട്ടികൾക്ക് വാരി കൊടുക്കുന്ന രീതിയിൽ ഭക്ഷണം കഴിപ്പിക്കുന്ന ഒരു സാഹചര്യം അവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ വലിയ സ്നേഹം അവിടെയുള്ളവർ മുഴുവൻ. ഞങ്ങള് ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ വെളിയിൽ പ്രയറിന് പോകും. വലിയ വലിയ വീട്ടുകളിൽ പ്രയറിന് പോകും. അപ്പൊ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ആഹാരമൊക്കെ തരും. അവിടുത്തെ ആ വിശ്വാസികളെയും അവിടുത്തെ ദൈവമക്കളെയും ഓർത്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം അവരുടെ ആ വലിയ സ്നേഹം, വലിയ കരുതലും ഉണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റ്, ഡയറക്ടർമാര് ഇവരൊക്കെ വലിയ സ്നേഹമുള്ളവരാ. CV ജേക്കബ് സാറ്, തോമസ് മാസ്റ്റർ, തോമസ് അച്ഛൻ ഇവരൊക്കെ പ്രസിഡന്റ്, ഇവരൊക്കെ ഭയങ്കര സ്നേഹത്തിലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വളരെ ഭംഗിയായി 15 ദിവസം പൂർത്തീകരിച്ച് സന്തോഷിച്ച് വരികയാണ്, ഏരിയയിലേക്ക് കിടക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ വന്നപ്പോ അഹങ്കാരം ഉള്ളിൽ വരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ക്ലാസ് അദ്ദേഹം തന്നിരുന്നു, ജോർജി സാർ. അത് ഇപ്പോഴാണ് എനിക്കത് കൃത്യമായിട്ടുള്ള വെളിവ് കിട്ടുന്നത്. അത് ഈ കാര്യങ്ങൾ മുഴുവൻ ഇപ്പം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. കാരണം എന്താ, സുബ്രഹ്മണ്യന് മാത്രമേ മാറ്റം സംഭവിച്ചിട്ടുള്ളൂ, പണ്ഡിതാവളത്തിന് മാറ്റം സംഭവിച്ചു. എന്റെ ചുറ്റുപാടുള്ളവർക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല. അവർ വീണ്ടും നിന്നെ പഴയ രീതിയിലേക്ക് കൊണ്ടുപോകുവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഭാഗം ഒഴിവാക്കണം. നിങ്ങൾ കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഉപദേശവും. ഇതിപ്പിന് ഞാനിങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞപ്പം എന്റെ മനസ്സ് വീണ്ടും തകരാറിലേക്ക് പോകുന്നു എന്നെനിക്ക് തോന്നൽ വന്നു. ആ തോന്നൽ വന്ന് വീട്ടുകാർ വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു കൊച്ചു കുഞ്ഞാണ്, ആത്മീയത്തിൽ കൊച്ചു കുഞ്ഞാണ്, എപ്പോഴും തളർന്നു വീഴാൻ ചാൻസ് ഉണ്ടെന്ന്. ആ സമയത്ത് ഒരു ഫോൺ കോൾ വരികയാണ് കഞ്ചിക്കോട് നിന്ന്. വേലു എന്ന് പറഞ്ഞൊരു സഹോദരൻ, കൃഷ്ണൻ എന്ന് പറഞ്ഞ 2 സഹോദരന്മാരെ ഇങ്ങനെ ഞാൻ വിടുതൽ പ്രാപിച്ചു എന്ന് മനസ്സിലാക്കി അവരെ അവിടെ കൊണ്ട് എത്തിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ സഹായിക്കണം പറഞ്ഞ് എനിക്ക് വിളി വന്നപ്പോൾ ഞാൻ മനസ്സിൽ കണക്കാക്കി ഇതൊരു ചാൻസ് ആണ്. കാരണം ഒന്നുകൂടി നമുക്ക് അവിടെ പോയി ഇരിക്കാം എന്ന് പറഞ്ഞ് അവരെയും കൊണ്ട് വീണ്ടും 15 ദിവസം അവിടെ ഇരുന്ന് ഒന്നുകൂടി ഉറപ്പിച്ച ശേഷം അവരെ അയച്ചിട്ട് അവര് ബോർഡ് കൂടിയിട്ട് അവിടുത്തെ ഒരു വാർഡിന്റെ ഒഴിവുണ്ടായിരുന്നു. ആ ഒഴിവിന് ഒരാളെ വേണം പറഞ്ഞ് തിരഞ്ഞെടുത്തത് എന്നെയായിരുന്നു. ക്വാളിഫിക്കേഷൻ എന്തുവാ. അപ്പം അവര് ഏതൊരു ബോർഡിനും തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി കാണണമല്ലോ. എന്റെ ക്വാളിറ്റി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മദ്യപിച്ചിട്ടുള്ള ഒരു വ്യക്തി സുബ്രഹ്മണ്യനാണ്. അതുകൊണ്ട് യോഗ്യൻ അവൻ ആള് തന്നെയാണെന്നുള്ള ഓക്കെ അവിടുത്തെ ക്വാളിഫിക്കേഷനായി. അപ്പം അങ്ങനെ ഈ ഒരു മദ്യപാനികൾ വരുമ്പം അവരുടെ അപ്പോഴത്തെ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഒരു സ്വഭാവം എങ്ങനെയാന്നുള്ളത്. അങ്ങനെ അവിടെ വാർഡനായിട്ട് ഞാൻ 6 മാസം അവിടെ 8 മാസം അവിടെ പ്രവർത്തിച്ചു. അപ്പോഴാണ് പാസ്റ്ററുടെ വൈഫ് വിളിച്ച് ദൈവവചനം പഠിക്കണം, എന്റെ മകൻ പഠിക്കണം,
ആത്മീയ മാതാപിതാക്കളാണ്, തള്ളിക്കളയാൻ ഒക്കത്തില്ല. അപ്പം അവിടെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, ദൈവവചനം പഠിക്കണമെന്ന് പറഞ്ഞ് ആ വരണമെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് സങ്കടമായിരുന്നു എനിക്ക് അവിടെ നിന്ന് വരുമ്പോൾ. കാരണം അവിടെ അങ്ങനെ ലയിച്ചു പോയി. യോഗി സാറും കുടുംബമായിട്ടും അവിടുത്തെ ഡയറക്ടർമാരായിട്ടും അവിടുത്തെ ചുറ്റുപാടുമായിട്ടും ലയിച്ചു പോയി. അപ്പം ഇവാഞ്ചലിക്കൽ ചർച്ചിലായിരുന്നു ഞാൻ പോയിരുന്ന ആ സമയത്ത് അവൾ കർത്തൃമേശ എടുക്കുമായിരുന്നു. ഞാൻ മെയ് മാസത്തിലായിരുന്നു, ജൂൺ ജൂലൈ ആഗസ്റ്റ്, മെയ് മാസത്തിലായിരുന്നു പറയുന്നത്. പിറ്റേ മാസം രക്ഷിക്കപ്പെട്ട് അവിടെ പോകുന്ന യുവാഞ്ചലി ചർച്ചിലായിരുന്നു. അവിടെ പോയി ഒരു കർത്തൃമേശ എടുക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇരിക്കണം, ഞങ്ങൾക്ക് തന്നില്ല. രണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായി. ഞാൻ ഇവിടെ വന്ന സെന്ററിൽ വന്നൊരു വിഷയം ഉണ്ടാക്കി, ഞങ്ങൾക്ക് തന്നില്ല, നിങ്ങളുടെ സഭക്കാർ എനിക്ക് കർത്തൃമേശ തന്നില്ല. കാരണം എന്താണെന്നുള്ളത് പിന്നീട് അറിയണം, സ്ഥാനപ്പെട്ടിട്ടില്ല. സ്തോത്രം. സ്ഥാനപ്പെടാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ തരാതിരുന്നത്, വേറൊന്നും കൊണ്ടല്ല. അങ്ങനെ അവിടെ വണ്ടി കയറി ഇവിടെ വന്ന് ആഗസ്റ്റ് മാസം 1-ാം തീയതി പടിത്താവളം സഭയിൽ വെച്ച് ഞാൻ സ്ഥാനമേറ്റു. ആഗസ്റ്റ് 1-ാം തീയതി 2008 അങ്ങനെ വീണ്ടും കടന്നുപോയി. അവിടെ വാർഡനായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങനെ പഠനത്തിനായി കടന്നുപോകാൻ അവർ എല്ലാ സഹായങ്ങളും തന്ന് മലമ്പൊടിയിലുള്ള സാലേം ബൈബിൾ കോളേജിൽ കൊണ്ടുപോയി. അവിടെ വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് സ്തോത്രം. DC എന്ന് പറയുന്ന സമയത്ത് ഒന്നുമില്ല, എല്ലാം ഈ സൈഡ്. DC മുഴുവൻ പൂജ്യമായിരുന്നു. വിദ്യാഭ്യാസം, സമ്പത്ത്, എല്ലാ കാര്യത്തിലും എന്തുവാ DC അട്ടപൂജ്യമായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നാണ് AD കടക്കുമ്പോൾ ഓരോ മുന്നേറ്റവും നമ്മൾ കാണുവാൻ കഴിയും. ഇങ്ങനെ വിദ്യാഭ്യാസത്തിൽ 0 ആയിരുന്ന എന്നെ, ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് ഞാൻ 3-4 ചുമതല വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ദൈവത്തിനെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് വിഷയമല്ല ദൈവം. ഹല്ലേലൂയ. ഇപ്പൊ ഇങ്ങനെ വന്നപ്പോ എന്താ, കരുണ സെൻട്രൽ സ്കൂളിലെ PTA പ്രസിഡന്റാണ്, പാലക്കാട് നോർത്ത് സെൻട്രൽ സൺഡേ സ്കൂളിന്റെ സൂപ്രണ്ടാണ്, ഇങ്ങനെ അതേപോലെ തന്നെ അനാൻസിന്റെ ജില്ലാ പ്രസിഡന്റാണ്. ഇപ്പൊ ബൈബിൾ കോളേജിൽ പഠിച്ചു, പഠനം പൂർത്തീകരിച്ചു. അതിനിടയ്ക്ക് പഠനം പൂർത്തീകരിച്ചെല്ലാം ക്ലിയറായി അവിടുന്ന് ഗ്രാജുവേഷനും കഴിഞ്ഞ് വെളിയിലിറങ്ങി. പഠിക്കാൻ നോക്കുന്ന സമയത്ത് ഏതൊക്കെയോ രീതിയിലൊക്കെ ദൈവം സഹായിച്ച് പഠിച്ച് പൂർത്തീകരിച്ചു എന്നുള്ളത്. അപ്പൊ എന്നിട്ട് സഹശുശ്രൂഷകനായി സാംസൺ പാസ്റ്റർ കൂടെ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് എന്റെ മോളുടെ വിവാഹം ആലോചന വരുന്നത്. അപ്പൊ ഈ ആലോചന വരുന്ന സമയത്ത് എന്റെ കയ്യിലുള്ളത് 7,000 രൂപയാണ്. വിവാഹത്തിന് ആലോചന വരുന്ന സമയത്ത് ഞാൻ കടന്നു വരുന്നു. അവര് വീടും പരിസരവും നോക്കുന്ന സമയത്ത് കുറച്ചൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നു എന്നല്ലാതെ വേറൊന്നുമില്ല. ഈ പശ്ചാത്തലങ്ങളൊക്കെ മസ്കറ്റിലാണ് ചെക്കൻ ജോലി ചെയ്യുന്നത്. വീട്ടുകാർ അമ്മയും അപ്പനും വന്നു, ഓളെ കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു. എപ്പോ വിവാഹം കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കിടന്ന് വേളകയായിരുന്നു. കാരണം എന്താ, ഇവിടെ ആകെ കയ്യിലുള്ളത് 7,000 രൂപ. എന്ത് ചെയ്യുന്ന ഒരു പിടുത്തവുമില്ല. ഞാൻ സകലതും ദൈവത്തിൽ അർപ്പിച്ച് 1 മാസത്തിനുള്ളിൽ വിവാഹം കഴിക്കണം, വരും മകൻ വരും പോകും. ഈ കാഞ്ഞങ്ങാടുന്നുള്ള, കാസർഗോഡ് കാഞ്ഞങ്ങാടുന്നുള്ള മോന് വിവാഹം നിശ്ചയിച്ചു. 1 മാസം കല്യാണം കഴിക്കും. എങ്ങനെ നടക്കണമെന്ന് എനിക്ക് ഒരു പിടുത്തവുമില്ല. നോക്കുമ്പം ദൈവത്തിന്റെ കൃപ കൊണ്ട് ഈ പരിസരത്ത് അങ്ങനെ ഒരു വിവാഹം, ഇപ്പൊ ക്രിസ്തീയ വിവാഹം, ബന്ധക്കോസ് വിവാഹം ഇവിടെ നടന്നിട്ടില്ല. ബന്ധക്കോസ് അടക്കം നടന്നതും എന്റെ ഇവിടുത്തെ അമ്മയായിരുന്നു. ബന്ധക്കോസ് ആചാരപ്രകാരം വിവാഹം നടന്നത് എന്റെ മോളുടെ ആയിരുന്നു. അപ്പൊ ഇത് കാണാനായിട്ട് വിളിച്ചവര് മുഴുവൻ വന്നു. അന്നേരം 1,500 പത്രയും ഞാൻ അടിച്ചേ, കുറിയടിച്ച 1,500 എണ്ണ എല്ലാവരെയും വിളിച്ചു. പക്ഷെ എല്ലാവരും വന്നത് ഈ വിവാഹം ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവരുടെ ഏത് മോഡലിലാണ് വിവാഹം. പെരുമാട്ടി പട്ടഞ്ചേരിക്കുള്ളിൽ അന്നേരം സഭകളില്ല, ചർച്ചകളില്ല, ഒന്നുമില്ല. ആകെയുള്ള നമ്മുടെ വണ്ടിത്താള സഭ അയ്യപ്പൻകാവിലെ ജോസ് പാസ്റ്റർ സഭ മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു വലിയ പള്ളികളൊന്നുമില്ല, RCD മർത്തോമഡിയോ ഒന്നുമില്ല. അപ്പൊ അവർക്ക് ഇതൊക്കെ ഒന്ന് കാണണം ആഗ്രഹം. അങ്ങനെ അനുഗ്രഹമായി എന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. അതുപോലെ DC എല്ലാം പൂജ്യമാണെങ്കിൽ AD കടന്നു വരുമ്പോൾ എല്ലാം അനുഗ്രഹമാക്കി നടത്തി. എനിക്ക് സഭ കിട്ടി, അത് അനുഗ്രഹമുള്ള സഭയാണ്. ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എന്റെ മകന്റെ വിവാഹവും കൂടി നടക്കണം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിലും ചില വിഷമങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ടായി. കാരണം സെന്ററിന്റെ കീഴിൽ മാസയോഗം നടക്കുന്ന സമയത്ത് അട്ടപ്പാടിയിൽ ഒരു മോള് ഉണ്ടെന്ന് പറഞ്ഞു. അവര് BSc നേഴ്സ് കഴിഞ്ഞതാണ്. അവരൊന്ന് ആലോചിക്കാൻ പോയപ്പോ നമ്മുടെ കൂടെയുള്ള
പാസ്റ്റർ തന്നെ അവർ പറഞ്ഞു, അയ്യോ അവരൊക്കെ വലിയ ആൾക്കാർ, 1,00,000 രൂപ ശമ്പളമൊക്കെ ഉണ്ട്, PSC നേഴ്സൊക്കെ നിങ്ങളുടെ മകന് കിട്ടുമോ, വിദ്യാഭ്യാസം കുറവല്ലേ എന്നൊക്കെ പറഞ്ഞ് അവര് എന്നെ നേരം വരെ വിഷമിപ്പിച്ചു. പക്ഷെ അടുത്ത മാസയോഗം കോയമ്പത്തൂർ ആണ്. അടുത്ത മാസയോഗം, ഈ മാസയോഗം നടത്തുന്നത് കോയമ്പത്തൂർ. അപ്പൊ ഞാനിവിടെ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, എന്റെ മോനൊരു കൊച്ചിനെ കണ്ടെത്തണം. കാരണം അടുത്ത മാസയോഗത്തിന് എനിക്കത് സാക്ഷീകരിക്കണം, നിർബന്ധമായിട്ടും എനിക്കത് സാക്ഷീകരിക്കണം. ദൈവം അത് നടത്തിയ തീരും എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പിണ്ട് എന്റെ മോള് മുഖാന്തരം ഇവിടെ തൃശ്ശൂരുള്ള ഒരു കൊച്ച് BSc നേഴ്സ് തന്നെ ആര് പുച്ഛിച്ചോ, നിങ്ങളുടെ മകൻ അങ്ങനെയുള്ള കോഴ്സൊന്നും കിട്ടില്ല, അല്ലെങ്കിൽ BSc നേഴ്സൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ അതേ BSc നേഴ്സുള്ള കുട്ടിനെ തന്നെ എന്റെ മകൻ ഉറപ്പിച്ചു എന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ പിറ്റേ മാസം ഈ കോയമ്പത്തൂര് പോയി സാക്ഷീകരിച്ചു. എന്റെ മകന് BSc നേഴ്സ് കിട്ടില്ല, വിദ്യാഭ്യാസം കുറവാണെന്ന് പറഞ്ഞ സ്ഥലത്ത് ആരും പേരൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ അവിടെ സാക്ഷീകരിച്ചു. ആ പശ്ചാത്തലത്തിൽ എന്റെ മകന് BSc നേഴ്സിന് കിട്ടി എന്ന് പറഞ്ഞോട് തുടങ്ങി. അങ്ങനെ അവര് വിവാഹം കഴിഞ്ഞ് അവർക്ക് 2 മക്കളുണ്ട്. എന്റെ മകള് വിവാഹം കഴിഞ്ഞ് അവർക്ക് 2 മക്കൾ, അത് ട്വിൻസാണ്. കുറെ കാലം ഇവിടെയായിരുന്നു വളർന്നത്. ഈ പോയ വർഷമാണ് UK ഒരു കുടുംബമായി പോയത്. മോള് 4 വർഷമായി. ഈ അടുത്ത മാസം അവൾ കടന്നു വരുന്നുണ്ട്. 4 വർഷം അതുവരെ ഈ ഇസ്രയേലിലായിരുന്നു. UK പോയിട്ട് 1.5 വർഷം ആയിട്ടുള്ളൂ. അവരവിടെ സന്തോഷമായിട്ടിരിക്കുന്നു, ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. ഇനി എനിക്കൊന്നും കിട്ടാനില്ല, കാരണം എല്ലാം എന്റെ ദൈവം തന്നു. രക്ഷിക്കപ്പെട്ട മുതൽ തൊട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്നെ ആരൊക്കെ പുച്ഛിച്ചിട്ടുണ്ടോ, എന്നെ ആരൊക്കെ അവഹേളിച്ചിട്ടുണ്ടോ, എന്നെ ആരൊക്കെ അവഗണിച്ചിട്ടുണ്ടോ, അവരൊക്കെ എന്റെ മുമ്പിൽ ഇപ്പോ വളരെ സൗമ്യതയായിട്ട് ബഹുമാനത്തോടു കൂടി എന്നെ ചിലപ്പം എന്നെ കണ്ടു കഴിഞ്ഞ പല മദ്യപാനികള് സിഗരറ്റ് വലിക്കുന്നവർക്ക് ഒളിച്ചു വെച്ചിട്ടുള്ള വരുന്ന വഴിക്ക് ഇത് മാറ്റി പിടിക്കുകയും ചില സമയത്ത് ഞങ്ങളിവിടെ തിരി നേരമ്പോക്കാണ് എന്ന് പറയുന്ന പല നിങ്ങളെ പുതിയ വരണ്ട എന്നുള്ള ലെവലിൽ നമ്മൾ വലിയൊരു ബഹുമാനത്തോടുകൂടി ആരൊക്കെ കൊട്ടി വാതിലടച്ചിട്ടുണ്ടോ അവരൊക്കെ ഇന്ന് നടുറൂമിലിരുത്തി നമുക്ക് ട്രീറ്റ് തരുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവന്നിരിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ സുവിശേഷം അതേ ഏത് MLA വേണ്ടി തല്ലുകൊണ്ടോ, ഏത് പഞ്ചായത്ത് പ്രസിഡന്റിന് വേണ്ടി തല്ലുകൊണ്ടോ, അവര് ഒക്കെ ഇപ്പോ പല കാര്യം നമ്മുടെ മോളുടെ കല്യാണത്തിന് മോന്റെ കല്യാണത്തിന് സാക്ഷീകരിച്ചു. ഇങ്ങനെ ഒരു ദൈവമുണ്ടോ? ഞങ്ങളൊരു കൺവെൻഷൻ നടത്തിയിട്ട് അനുവാദം കിട്ടിയില്ല. മുനിസിപ്പാലിറ്റിയിലായിരുന്നു അത് നടത്തിയത്. മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡ് നടത്താൻ അനുമതി മുനിസിപ്പാലിറ്റിന് കിട്ടാണ്ടായപ്പം MLA എടുത്ത് പറഞ്ഞപ്പം MLA നടത്തിക്കോളാം, ഞാൻ അനുമതി തരാം, നടത്തിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ ആശംസയ്ക്ക് വിളിച്ചപ്പം അദ്ദേഹം ആദ്യം പറഞ്ഞത്, എന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ സുബ്രഹ്മണ്യൻ നാട്ടുകാർക്ക് മുഴുവൻ തല്ലുകൊള്ളുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്, പക്ഷെ നമ്മുടെ പാർട്ടിക്കാരുടെ കാര്യങ്ങൾ ശരിയാണ്, വലിയ ഇതായിരുന്നു. ഇപ്പോ നിങ്ങളുടെ കൂടെ എപ്പോ കൂടിയോ ഇപ്പൊ എന്നെ ഉപദേശിക്കാൻ തുടങ്ങി. സ്തോത്രം. അപ്പം രാജാവിനെയും സുവിശേഷം പറയണമെന്ന് പറയുന്നത് പോലെ ഞാൻ MLA സുവിശേഷം പറയേണ്ട ലെവലിലേക്ക് എത്തി. MLA ഉപദേശം പറഞ്ഞു കൊടുക്കേണ്ട ലെവൽ വരെ എത്തി. അദ്ദേഹം തന്നെ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് അവിടെ സാക്ഷീകരിച്ചതും അതുപോലെ തന്നെ തലക്കുമാട്ടിലെ ഡോക്ടർ കുപ്പിയും വെച്ച് കിടന്ന വ്യക്തി ഈ മാറ്റം ഇത് ഞങ്ങളൊന്നും വിശ്വസിച്ചതല്ല. പക്ഷെ 1 വർഷം കൂടി തെറ്റിയതാണെങ്കിൽ 2008 അന്ന് സാംസൺ പാഷയോടെ കൊണ്ട് എത്തിച്ചില്ലെങ്കിൽ പിറ്റേ വർഷം മരണപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സാക്ഷീകരിക്കുന്നു. ഇപ്പം എല്ലാം കൊണ്ടും വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു. ഇപ്പം ചർച്ചിന് ശേഷം അട്ടപ്പാടിയിലുമേ പ്രദേശങ്ങളിലൊക്കെ പോയി സുവിശേഷം അറിയിക്കുന്നു, കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു, എല്ലാ സഭകളും സന്തോഷമായിരിക്കും. ഞാൻ മുഖാന്തരം അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞു വരുന്ന സമയത്ത് ഈ പാലക്കാടിന്റെ ഒരു വാതിലായിട്ട് അനാംസിന്റെ അല്ലെങ്കിൽ മുക്തി ഭവന്റെ ഒരു പാലക്കാടിന്റെ വാതിലായിട്ടാണ് ദൈവം എന്നെ അയച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ കാരണം എന്നിലൂടെ, എന്റെ വാതിലിലൂടെ, എന്റെ ഗേറ്റിലൂടെ 400 പേര് കടന്നുപോയി, അനാംസിൽ പോയി, മുക്തി ഭവനിൽ പോയി വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. അതിൽ പലരും ഉന്നത സ്ഥാനത്തിരിക്കുന്നു, പാസ്റ്റർമാരായിട്ടിരിക്കുന്നു, നല്ല സമ്പത്തുള്ളവരായിരിക്കുന്നു, നല്ല രീതിയിൽ പോകുന്നു. പക്ഷെ ആദ്യമൊക്കെ എൻ്റെ അടുത്ത് ഞാൻ വാർഡനായിരിക്കുന്ന സമയത്ത് യോർദി സാർ പറയും, ഒരു പ്രവർത്തനം പാലക്കാട് നടത്തണം എന്ന് പറഞ്ഞപ്പം അന്നേരം എന്റെ മനസ്സിൽ തോന്നി ഇയാൾക്ക് തലയ്ക്ക് കാറ്റാണെന്ന്. എന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, അദ്ദേഹത്തിന് തലയ്ക്ക് വിട്ടിട്ടുണ്ട്. പാലക്കാട് പോലെയുള്ള സ്ഥലത്ത് പോയിട്ട് ഫൈനാൻസിന്റെ പ്രവർത്തനം നടത്തുന്നവർ അടികൊണ്ട് ഓടുകയല്ലോ ചെയ്യുന്നു. നോക്കുമ്പോൾ 400 പേരാ. സാറ് പറഞ്ഞിട്ടുണ്ടാവും ആയിരിക്കാം, കാരണം അവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. പല കാര്യങ്ങളിലും പ്രാർത്ഥിച്ച്
നേടിയെടുത്ത അനുഭവം ഞാൻ കണ്ടത് കൊണ്ട് ഇത്രയും ബലം പ്രാപിക്കാൻ കാരണം ജീവനുള്ള സത്യദൈവത്തെ ഞാൻ അറിയുന്നത് ആ രൂപത്തിലാണ്. കാരണം അങ്ങനെയുള്ള കോഴ്സാണ് അവിടെ കിട്ടിയത്. വെറുതെ മൊത്തത്തിലുള്ള ഈ വാക്കുകൊണ്ട് പറഞ്ഞിട്ടോ ഇല്ലെങ്കിലുള്ള രീതിയിലുള്ള കോഴ്സ് അല്ല, നേരിട്ട് അനുഭവിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാ. അവിടെ ഒരു നേരത്തെ ആഹാരത്തിന് പ്രാർത്ഥിച്ചു നേടിയെടുത്തിട്ടുണ്ട്. അത് എനിക്കും അനുഭവമാണ്. കാരണം ഞാൻ കോയമ്പത്തൂരിന് വാർഡനായിരിക്കുമ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ഒരു സഹോദരൻ കടന്നു വന്ന അദ്ദേഹത്തിന്റെ സാമ്പാർ വയ്ക്കണമെന്നില്ല ആക്കി. സാമ്പാർ എന്ന് പറയുന്നത് തമിഴാണല്ലോ. അപ്പൊ ഞായറാഴ്ച ആരാധന കഴിച്ച് തിരിച്ചു വരുമ്പോൾ നമുക്ക് സാധനം മേടിച്ച് ഈ വെച്ചോന്ന് പറഞ്ഞു. ആരാധന കഴിച്ചു വരുമ്പം ബസ് ഇറങ്ങിയിട്ട് ഒരു 1.5-2 കിലോമീറ്റർ ഒക്കെ നടന്നു വരണം സെന്റിലേക്ക്. 1.5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഓർമ്മ വരുന്നു, അയ്യോ സഹോദര നമ്മൾ പച്ചക്കറി മേടിക്കാൻ മറന്നുപോയില്ലേ എന്ന് പറഞ്ഞു. ശരി പോട്ടും എന്തോ എന്നൊക്കെ പറഞ്ഞു കക്ഷി പറഞ്ഞു. കൊണ്ട് അത് സാറിന് ഒരു വിഷയമല്ല, അതെല്ലാം പോട്ടും. നോക്കുമ്പോ ഗേറ്റത്ത് ഒരു കിറ്റ് പച്ചക്കറി ഇരിപ്പ. എന്ത് സംഭവിച്ചത് എനിക്കറിയുന്നത്. അവിടെ ഈ സഹോദരൻ ചോദിച്ച സാധനം മുഴുവൻ അവിടെ ഇരിപ്പുണ്ട്, ഗേറ്റിന്റെ മുമ്പിൽ വെച്ചിരിക്കുക. ഞങ്ങൾ ഗേറ്റ് തുറന്നു ഈ സാധനം കൊണ്ടുപോയി. അതൊരു അത്ഭുതമാണ്, എന്റെ കണ്ണിലേക്ക് അത് അത്ഭുതമാണ്. ദൈവത്തിന് സ്തോത്രം. അതേപോലെ തന്നെ ഈ അവർക്ക് ഈ ശമ്പളം കൊടുക്കണം. അവിടെ ഒരു 6-7 ഫാമിലി ഉണ്ടായിരുന്നു. ഫാമിലി സുവിശേഷം അറിയിക്കാൻ ഇതിന്റെ ഇതിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തുച്ഛമായ ശമ്പളം കൊടുക്കുക. 2000 ആണെങ്കിലും 15,000 രൂപ ആവശ്യമായിരുന്നു. അപ്പം ഇദ്ദേഹം കാലത്ത് 6 മണിക്ക് അവിടെ വരികയാണെങ്കിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാവും, മനസ്സിൽ ഒരു സമാധാനം കിട്ടാനാണ് കഴിക്കാറുണ്ട്. അപ്പം ഞാൻ 6 മണിക്ക് ഞങ്ങൾ പുറകെ എഴുതിയിരിക്കുന്ന തീർച്ചയായിട്ടും പോകും. ഓ എന്തോ ഉണ്ട്. അപ്പൊ ഇങ്ങനെ പറമ്പത്ത് കൂടി നടക്കുക. നിങ്ങൾ കുറച്ച് സ്ഥലമൊക്കെ നടന്നുകൊണ്ടിരിക്കും. എന്താണ് ചോദിച്ചപ്പോൾ ഇതൊന്നുമില്ലാതെ വരത്തില്ലല്ലോ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇന്ന് ശമ്പള ഡേറ്റ് ആണ്, 15,000 രൂപ വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ഫോൺ കോൾ വരികയാ. ജോർജി, നിന്റെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ട് ഒരു 10,000 രൂപ 3 ദിവസം മുമ്പ് എന്നെ ഒരാളെ ഏൽപ്പിച്ചു. അത് ഞാൻ തരാൻ വിട്ടുപോയി. ഓ ഞാൻ ഇത് കേട്ട വഴിക്ക് അത് ഈ 14,900 15,100 അല്ല, കറക്റ്റ് 15,000 രൂപ മുന്നമേ ദൈവം കരുതി വേറൊരാളിൽ ഏൽപ്പിച്ചിരിക്കുക. അത് വിളിച്ച് പറയുമ്പോൾ ഒരു അത്ഭുതമായിട്ട് ഞാൻ അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ. എന്നേക്കാൾ കൂടുതൽ എനിക്ക് വിശദീകരിക്കാനുള്ളത് അനാംസിനെ കുറിച്ചും മുഖ്യഭവനെ കുറിച്ചുമാണ്. ഒത്തിരി പേര് അവിടെ പോയി രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും രക്ഷിക്കപ്പെടണം, ആ പ്രസ്ഥാനം വലുതാകണം എന്നുള്ളതാണ്. എനിക്ക് ഉള്ളൊരു ഭയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാനിപ്പോ ഒരു സെന്ററിന്റെ കീഴിൽ വർക്ക് ചെയ്യുക കാരണം കൊണ്ട് അനാംസിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിയുമോ, അല്ലെങ്കിൽ അവരെന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. കാരണം പാലക്കാട് ജില്ലയുടെ പ്രസിഡന്റാക്കി വെച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് സെന്ററിന്റെ സൺഡേ സ്കൂളിന്റെ ചുമതലയുണ്ട്, സഭയുടെ ചുമതലയുണ്ട്, സെന്ററിന്റെ ചുമതലകളുണ്ട്. ഇതും എന്റെ ഇടയിൽ കൂടി കൊണ്ടുപോകണം. ഈ കാര്യങ്ങൾ മുഴുവൻ ഞാൻ അദ്ദേഹം ഓർമ്മപ്പെടുത്തിയ കാരണം ശേഷമാണ് അദ്ദേഹം ഈ ചാർജ് തന്നത്. സമയം കിട്ടുമ്പോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇത് പൂർണ്ണമായിട്ട് അനാംസിന് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് തടസ്സമാകുമോ എന്നുള്ളൊരു ഭയം ഇതിനകത്തുണ്ട്. ഇപ്പൊ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. എനിക്ക് ഈ ചാനലിൽ ഇങ്ങനെ ഒരു സന്ദർഭം തന്ന സാറിനോടും ആ ചാനലിനോടുള്ള കടപ്പാട് ഞാൻ അറിയിക്കുകയാണ്. കാരണം എന്റെ സാക്ഷ്യങ്ങളൊക്കെ പല ഭാഗത്തും പോയിട്ട് ഇതൊരു സാക്ഷ്യ കടലാസായിരുന്നു ഞാൻ ആദ്യം തന്നിരുന്നത്, 3 ഫോട്ടോ ഉള്ളത്. അത് പല ഭാഗത്തും പോയിട്ടുണ്ട്. എന്നെ കുവൈറ്റിൽ നിന്നൊക്കെ വിളിച്ചിരുന്നു, എന്റെ കൂട്ടുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ, നിങ്ങളുടെ അത് സാറ് കൊണ്ടുപോയി കൊടുക്കാമെന്ന് തോന്നുന്നു, ഒരു സഭകളുടെ പ്രോത്സാഹനം കൊടുത്തു. എന്താണെങ്കിലും ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു എന്ന വചനപ്രകാരം ഇത് എന്റെ സാക്ഷ്യം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനവും അതിലൂടെ ഒത്തിരി പേരിനെ അനാംസിലേക്ക് വന്ന് വിടുതൽ പ്രാപിക്കണം എന്നാണ് എന്റെ പ്രാർത്ഥനയും ആഗ്രഹവും എല്ലാം ഉള്ളത്. എന്തായാലും ഈ സൗകര്യം ഒരുക്കി തന്ന സാറിനോടും നിങ്ങളുടെ ചാനലിനോടുമുള്ള കടപ്പാട് നന്ദിയെ അറിയിച്ചു ദൈവം എല്ലാവരെയും. താങ്ക് യു പാസ്റ്ററെ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. പ്രത്യേകിച്ചും മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ ഒക്കെ അടിമത്തത്തിൽ പോകുന്നവർക്ക് ഒരു മോചനമുണ്ട്, പുറത്തു വരുവാൻ കഴിയും, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാൻ കഴിയുമെന്നുള്ളതിനുള്ള തെളിവാണ് നിങ്ങളുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ. നമ്മൾ ഈ മദ്യപിച്ചൊക്കെ ജീവിക്കുന്ന സമയത്ത് എല്ലാവരും നമ്മളെ അകറ്റി നിർത്തുന്ന അല്ലേ, വെറുക്കപ്പെടുന്ന ഒരു ജീവിത സാഹചര്യമായിരുന്നു. പക്ഷെ അത് എനിക്കറിയില്ല, മദ്യപിക്കുന്നവരെങ്ങനെ അത് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയില്ല. അവർക്ക് അങ്ങനെയൊക്കെ ഒരു ത്യജിക്കപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവർക്ക് ആ കുടിയിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. ഇതിപ്പം നമ്മള് മദ്യപിക്കാൻ വേണ്ടി വാദിച്ച് ജയിക്കുകയാണ്. കളക്ടറിനോട് സംസാരിക്കുകയാണെങ്കിൽ കളക്ടർ തോറ്റു പോകും. വിദ്യാഭ്യാസ കുറവുണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല. നമ്മൾ വാദിക്കുന്ന വാദം ലാസ്റ്റ് അവർ അംഗീകരിച്ച് തരിക. കാരണം വെച്ച് കഴിഞ്ഞാല് എന്നെ വിട്ടാൽ മതി, എന്തോ ചെയ്യും,
ഞാനിപ്പം ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. എനിക്ക് ഏത് ഓഫീസിൽ പോയാലും തിരൂർ നിയോജക മണ്ഡലത്തിൽ ഏത് ഓഫീസിൽ പോയാലും ഏത് ഫയൽ കൊണ്ട് കൊടുത്താലും ആ നിമിഷം അവർ ശരിയാക്കി തരും. അത് ഇലക്ട്രിസിറ്റി ബോർഡ് ആണെങ്കിലും ശരി, പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും ശരി, പഞ്ചായത്ത് ആണെങ്കിലും ശരി, വില്ലേജ് ആണെങ്കിലും ശരി, താലൂക്ക് ഓഫീസ് ആണെങ്കിലും ശരി, എവിടെ ചെന്നാലും ഞാൻ കൊടുത്ത പേപ്പർ അപ്പൊ തന്നെ സൈൻ ചെയ്ത് തരിക. കാരണം എന്റെ പിന്നിൽ MLA ഉണ്ടോ എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, എന്നെ സഹിക്കാണ്ട ആയിട്ട് ഇവനെ കൊണ്ട് ശല്യമായ കാരണം കൊണ്ട് എളുപ്പമുണ്ട് വീട് കുടിച്ചു ഫോൺ തിരിച്ചിട്ട് അവിടെ എത്തുന്ന ഓടിയിൽ കിടന്നിട്ടുള്ള അവസ്ഥയാ. കുടിച്ച് ബോധമില്ലാണ്ട് കിടന്നിട്ട് ഇതൊക്കെ ആണെങ്കിലും ഇവരൊക്കെ പുച്ഛിക്കുന്നുള്ളതാണെങ്കിലും, പക്ഷെ ഇതില്ലാതെ ജീവിക്കാൻ പറ്റും. ഇതൊക്കെ അറിയുന്നുണ്ട്. ഞാൻ അവഗണിക്കപ്പെടുന്നു, ഇല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ മനസ്സിലാക്കുന്നു. ഇപ്പൊ ലാസ്റ്റ് ഞാനിത് കുടിച്ച് ഇതിൽ നിന്ന് മോചനമില്ല, മരണത്തിന്റെ വക്കിലാണ്, മരിച്ചു പോകുന്നുള്ള ടേബിളിൽ എത്തിയപ്പോഴാണ് ഞാൻ 10 ദിവസം മാറി നിൽക്കണമെന്ന് പറഞ്ഞത്. കാരണം എന്നാലും ഇത് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് 100% ഞാൻ അങ്ങനെ ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണെങ്കിൽ അത് ദൈവത്തിന്റെ പ്രവൃത്തി. അല്ലാണ്ട് എനിക്ക് എല്ലാം അറിയുന്നുണ്ട്, എന്നെ അവഗണിക്കുന്നെന്ന് അറിയുന്നുണ്ട്, എന്നെ പുച്ഛിക്കുന്ന അറിയുന്നുണ്ട്, പലതും സംഭവിക്കുന്നതൊക്കെ അറിയുന്നു. പക്ഷെ എനിക്ക് മദ്യപാനത്തിന് ഇവിടെ സാഹചര്യം കിട്ടിയില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാവരും അവഗണിച്ചിട്ടുണ്ട്. കുടുംബക്കാർ വരെ എങ്ങനെയെങ്കിലും ശല്യം ഒഴിവാക്കി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ ഈ രാഷ്ട്രീയക്കാര് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ മാതിരി അവര് നേരെ പോയി പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് അവര് തല്ലു പിടിക്കും. എന്നിട്ട് ഇവര് പാർട്ടിക്കാർ എടുത്ത് ആശുപത്രി കൊണ്ടുപോകും. 37 വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാ. ഇപ്പോഴും ഞങ്ങൾ ബന്ധമുണ്ട്. പക്ഷെ ഇപ്പൊ പോയ ഭാഗത്തൊക്കെ നമ്മളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കും. ഒത്തിരി മദ്യപിച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി എനിക്ക് സൗകര്യമില്ലാണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ദൈവവേലയായിട്ട് നടക്കും ഇപ്പോഴും പറയും. കാരണം അദ്ദേഹം മാറി ഭരണം മാറുന്ന സമയത്ത്, സംഭരണം വരുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് ആവും, പ്രസിഡന്റ് സ്ഥാനം വരുമ്പോൾ പ്രസിഡന്റ് ആവും. അങ്ങനെ മാറി 37 വർഷവും അദ്ദേഹം ഈ പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം സാക്ഷീകരിക്കാൻ പറ്റും. MLA ചോദിച്ചു കഴിഞ്ഞാലും MLAക്ക് പറയാൻ പറ്റും എന്നെ കുറിച്ച് എന്താന്നുള്ളത്. ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. ഇങ്ങനെ അപ്പൊ കുടിച്ചു വരുമ്പോഴും എന്നെ സ്നേഹമുണ്ട്, മദ്യത്തോട് സ്നേഹം പുലർത്താൻ പറ്റില്ലല്ലോ അവർക്ക്. അപ്പം എന്നെ കൊണ്ട് തലവേദന തന്നെയാണ് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ടായത്. അപ്പൊ ഇന്നും മറ്റുള്ളവർ വരെ ഇപ്പം ഇപ്പോഴത്തെ മന്ത്രി ഇവിടെ K കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഇപ്പോഴത്തെ മന്ത്രി ഒക്കെ എന്നെ ഇപ്പൊ സ്നേഹിക്കുക. കാരണം ഒത്തിരി പ്രശ്നങ്ങൾ അവരുടെ പാർട്ടി ഉണ്ടാക്കിയത്. ഇങ്ങനെ ഒരു മാറ്റം ദൈവം തന്നല്ലോ എന്നുള്ള ഈ ദൈവത്തിന് ഇപ്പൊ നല്ല ബഹുമാനം. നമ്മളെല്ലാം ഒഴിവാക്കി വളരെ ചെട്ടിയോടുകൂടി ദൈവ വേലയിൽ അപ്പം എല്ലാ എതിർത്തവരും മുഴുവൻ ഇപ്പൊ നമുക്ക് അനുകൂലമായി ഇരിക്കുന്നു എന്നുള്ളതാണ്. അതെ പാസ്റ്ററെ. മാത്രമല്ല 100-400 പേര് ആ ദേശത്ത് നമ്മളിലൂടെ ആ ഒരു ശീലങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം സഹായിച്ചെന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണത്. അനേകരുടെ ജീവിതം ഞാൻ പറഞ്ഞു പാലക്കാടിന്റെ ഒരു വാതലായിട്ട്. പക്ഷെ എനിക്ക് വേറൊരു സങ്കടം ബോധിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുവാൻ ആരും മെനക്കെടുന്നില്ല എന്നുള്ളതാണ്. അത് ഏത് ഭാഗത്തു നിന്നാണെങ്കിലും ഇപ്പം ഒത്തിരി പണങ്ങളൊക്കെ എക്സൈസ് മുഖാന്തരവും പല മുഖാന്തരവും ഇവർ ചെലവാക്കുന്നുണ്ട്. 1 രൂപ പോലും ഇങ്ങനെയുള്ള സംഘടനയ്ക്ക് സഹായിക്കാനോ പിടിക്കാനോ ആരും ഇല്ല എന്നുള്ളത്. അത് വേണ്ട. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 400-ൽ പരം ആൾക്കാർ ഇവിടെ നിന്ന് രക്ഷിക്കപ്പെട്ട് പോയി ഉന്നത സ്ഥാനങ്ങളിലും പാസ്റ്റർമാരായിട്ടും ഇരിക്കുന്നവർ ഒത്തിരി ഉണ്ട്. ഇവരൊക്കെ ഒരു മാസം ഒരു 100 രൂപ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് ഇപ്പോഴും അവരുടെ കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരുടെ പൈസ ഒന്നും ജോർജി സാറിനോ അനാംസിനോ മുക്തിഭവനോ വേണ്ട, ദൈവം നടത്തിക്കോളും. അതൊക്കെ ശരിയാണ്. എങ്കിൽ നമ്മുടേതായിട്ട് ഒരു കടപ്പാടുണ്ട്. നമ്മൾ അവിടെ പോയി ഭക്ഷണം കഴിച്ചതാ. അവിടെ നിന്നാണ് ദൈവം, അവരെയാണ് ദൈവം മുഖാന്തരമാക്കിയത്. നമ്മള് ആ അനാംസ് മുഖാന്തരം, മുക്തിഭവൻ മുഖാന്തരം, ദൈവം മുഖാന്തരമാക്കി രക്ഷിക്കപ്പെടും. നമ്മൾ നല്ല നിലയിലാകുമ്പോൾ അവരെ ഒന്ന് ചിന്തിക്കേണ്ട ചുമതല നമുക്കുണ്ട് എന്നുള്ളതാണ്. നമ്മളിലാകുന്ന സഹായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം അവർ ഊണില്ല ഉറക്കമില്ലാതെയാണ്. ഇന്ന് തിരുവല്ലയിലുണ്ടെങ്കിൽ നാളെ കോയമ്പത്തൂര്, മറ്റത് വേറൊരു ഭാഗത്ത് ഊണില്ല ഉറക്കമില്ലാതെ ഇതിനു വേണ്ടി ഇരിക്കും. ഞങ്ങൾ ഇവിടുന്ന് ട്രെയിന് കയറി കഴിഞ്ഞാൽ 3 മണിക്കും 12-ക്കൊക്കെയാണ് അവിടെ എത്തുന്നത്. അവരവിടെ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് വന്ന് കണ്ണ് ചിമ്പുന്ന സമയത്തായിരിക്കും നമ്മുടെ ഫോൺ കോൾ വരുന്നത്. ആ സമയത്ത് തന്നെ ആരാ ഈ 3 മണിക്ക് എണീറ്റ് വരിക നമ്മൾ കളക്ട് ചെയ്യാനായിട്ട്? ഇത്രമാത്രം സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി ജീവിതങ്ങൾ വേറെ ഉണ്ടാവില്ല. അപ്പൊ അവരെ ഒന്ന് കൈത്താങ്ങൽ അവരെ പ്രവർത്തനത്തിൽ സഹായിച്ചില്ലെങ്കിലും ഒരു കൈത്താങ്ങൽ കൊടുത്ത് സഹായിക്കേണ്ട ചുമതല നമുക്കുണ്ടത് 100% ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഈ 400 പേര് എന്ന് പറഞ്ഞാൽ 100 രൂപ ഒരു മാസം അവർ കൊടുക്കുകയാണെങ്കിൽ ഒരു വർഷം നല്ലൊരു എമൗണ്ട് ആയി.
വലിയ പാടില്ലാതെ ബുദ്ധിമുട്ടോ ഇല്ലാതെ നമ്മൾ ഇങ്ങനെയൊക്കെ അതിന് സഹകരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പോയിട്ട് എപ്പോഴും ഇപ്പോ ഇവരെ കൊണ്ട് ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് ഈ മദ്യപാനികളെ പിടിച്ച് അവിടെ കൊണ്ട് പോകണമെന്നൊന്നും പറയുന്നില്ല. ഈ പ്രവർത്തനം നടന്നു പോകാനുള്ള സൗകര്യങ്ങൾ നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ ഈ ഇങ്ങനെ ഒരു കൈത്താങ്ങൽ കൊടുത്ത് സഹായിക്കാനൊക്കെ തീർച്ചയായിട്ടും സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, പലർക്കും രക്ഷ വേണം, രക്ഷിതാവിനെ വേണ്ട, വിടുതൽ വേണം, വിടിവിച്ചവൻ വേണ്ട എന്നുള്ള അവസ്ഥയാണ്. കക്ഷി രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ തീർന്നു, എന്നയോടുകൂടി കഴിഞ്ഞു. അപ്പൊ എന്റെ അവസ്ഥയിൽ കിടക്കുന്ന മറ്റുള്ളവരുണ്ട്, അവരെയും കൂടി വിടിവിക്കണമെന്നുള്ള ചിന്താഗതി ഇവർക്കുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ 400-ലെല്ലാം നിൽക്കുക. ആയിരക്കണക്കിന് ജനങ്ങൾ പാലക്കാട് പോകാനുണ്ട്, ഇനിയും പോകാനുണ്ട്. അപ്പം ഇങ്ങനെയൊരു ഇതിനു വേണ്ടിയിട്ട് വേണം അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ. കാരണം ഈ രക്ഷിക്കപ്പെട്ടവരൊക്കെ ഒന്ന് കൂടുകയാണെങ്കിൽ, ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ, ഗവൺമെന്റിനായിക്കോട്ടെ വലിയൊരു വിടുതൽ, ഇല്ലെങ്കിൽ ഈ മദ്യപാനത്തിലും ഈ ലഹരി, പണ്ടൊക്കെ 1-2 സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേൾക്കുന്നുണ്ടോ? അത് 1-2 സാധനം മാത്രമേ. ഇപ്പൊ എണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള മയക്കുമരുന്നുകളുള്ളത്. ഇതൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ എല്ലാവരും ഒത്തൊരുമിച്ച് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഇപ്പം അനാംസിന്റെ പ്രവർത്തനങ്ങളെ ഒന്ന് പുരോഗതി ചെയ്യാനായിട്ട് എല്ലാവരുടെയും സഹകരണം, ഇതിലൂടെ കേൾക്കുന്നവര് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് ഈ സമയത്ത് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. വളരെ കൃത്യമായ കാര്യമാണ് പാസ്റ്ററെ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാഠഭേദം ചെയ്ത് അതിനകത്ത് ഞാൻ ഈ വിഷയം പറഞ്ഞിരുന്നു. അതായത് അനാംസ് പോലെയുള്ള സെൻറ്റേഴ്സ് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഉണ്ടാകണം, എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകണം. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു കണക്ക് കണ്ടത്, 27,000-ഓളം ഇഷ്യൂസാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾ നിമിത്തം കേരളത്തിൽ കഴിഞ്ഞൊരു വർഷം ഉണ്ടായത്. 27,000 പ്രശ്നങ്ങൾ, കേസല്ല പ്രശ്നങ്ങൾ. അപ്പോൾ അത്രയ്ക്ക് വലുതാണ് സംഖ്യ. ആയിരക്കണക്കിന് ആളുകളാണ് ഇതിൻ്റെയൊക്കെ അടിമത്തത്തിൽ കിടക്കുന്നത്. അതുപോലെ ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഈ നമ്മുടെ സുവിശേഷ വിഹിത സഭകൾക്ക്, പെന്റിക്കോസ്റ്റൽ ചർച്ചുകൾക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല. അതായത് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സോ റീഹാബ് സെൻറ്റേഴ്സോ ഒന്നും നമ്മുടെ ഇടയിൽ കുറവാണ്. നമുക്ക് അങ്ങനെയുള്ള സെൻറ്റേഴ്സ് ഉണ്ടാകണം, അങ്ങനെയുള്ള സമർപ്പണമുള്ള ദേവദാസന്മാരുണ്ടാകണം. എല്ലാ ജില്ലയിലും വേണം. നാംസിൻ്റെ പ്രവർത്തനങ്ങൾ പോലെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും വേണം. അത് ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു ആവശ്യമാണ്. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതിന് സമർപ്പിതരായ ചിലർ പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ, ഇനി എന്തെങ്കിലും അനുഭവങ്ങൾ വിട്ടുപോയതുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിക്കിപ്പോ ഇത്ര മാത്രമേ ഉള്ളൂ. ഓർമ്മയിലുള്ളത് മുഴുവൻ പറഞ്ഞു. കുടുംബ പശ്ചാത്തലം എങ്ങനെയായിരുന്നു, ആ പശ്ചാത്തലത്തിൽ മാറ്റം സംഭവിച്ചു. അതന്നെ എഡിയും ബിസിയും പറയാൻ കാരണം 2 വ്യത്യസ്ത തുറകളിലായിരുന്നു. പണ്ട് ഒന്നും ഇല്ലാതിരുന്ന ഭാഗത്ത് ഇന്ന് മുഴുവനായിട്ട് എല്ലാം പ്ലസ് ആണ്, യാതൊരു തർക്കമില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം വിട്ടുപോയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രക്ഷിക്കപ്പെട്ടിവിടെ വന്നപ്പോൾ എന്റെ നിന്ന മാറിപ്പോയിട്ടില്ല. കാരണം അവർ പിന്നീട് പറയുന്നത് എന്താണെന്നറിയോ, സുബ്രഹ്മണ്യൻ ചുപ്രാന്നാ പറയുന്നത്. ഒരു വന്ന വഴിക്ക് ചുപ്ര കുടിനിർത്തി. ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ മുഴുവൻ അറിയുന്നേ. അപ്പം അവര് പറഞ്ഞു ചുപ്ര കുടി നിർത്തി. ഒരു വലിയൊരു അത്ഭുതമായിട്ട് തന്നെ അവർ എന്നെ കണ്ടത്. കാരണം കുടി നിർത്താൻ പറ്റില്ല എന്നുള്ള അവസ്ഥ അവർക്ക് അറിയും. അപ്പൊ ചുപ്ര കുടി നിർത്തി എന്ന ഒരു വിഭാഗം പറയുമ്പോ വേറൊരു വിഭാഗം പറഞ്ഞത് എന്താന്ന് പറഞ്ഞ് എനിക്ക് വേദനിപ്പിക്കുന്ന ഒരു സങ്കടമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ചുപ്ര ഞാൻ അവർ പറഞ്ഞു, ചുപ്ര തിരുവല്ലിയിലെ പോയി അവിടെ നിന്ന് ക്രിസ്ത്യാനികളുടെ അടുത്ത് നിന്ന് ലക്ഷങ്ങൾ വാങ്ങി മതം മാറി. ഞാൻ അപ്പളെ പറഞ്ഞത് പ്രേക്ഷകർ കേട്ട് കാണും. കാരണം അനാംസിന്റെ പ്രവർത്തനങ്ങളും ജോർജി സാറിന്റെ അനുഭവങ്ങളും അവിടുത്തെ പശ്ചാത്തലങ്ങളും അവിടുത്തെ വിഷമങ്ങളും പ്രാർത്ഥനയിൽ കൂടി നടക്കുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞത് കൊണ്ട് മറ്റുള്ളവരാരും ഇത് വിശ്വസിക്കാരും തന്നെ ഈ പറഞ്ഞത് വിശ്വസിക്കത്തില്ല. കാശ് വാങ്ങിയിട്ട് മതം മാറി എന്ന് പറയുമ്പോൾ നമ്മൾ വല്ലതും അവിടെ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യം വന്നിരിക്കുന്ന ഭാഗത്ത് ലക്ഷങ്ങൾ വാങ്ങി ചുപ്ര കുടി നിർത്തുകയല്ല, വാങ്ങി ക്രിസ്ത്യാനിയായി. ചിലവർ കളിയാക്കിക്കൊണ്ട് പറയുന്നത് ഞാനും വരട്ടെ ഹിന്ദു തരും. അവര് ആ മോഡലിലേക്കാണ് ഇപ്പോഴും പലരും വിശ്വാസത്തിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടാ. കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, കിട്ടും, അത് 100% ഉറപ്പാ. പക്ഷെ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കും. അപ്പൊ ഈ 2 ലക്ഷവും 2 ലക്ഷം കിട്ടുമോ 3 ലക്ഷം കേൾക്കുന്നവരോട് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാ, നീ 2 ലക്ഷവും 3 ലക്ഷവും കൊണ്ട് എന്റെ ഈ വലിയ ദൈവത്തെ ഒതുക്കണ്ട. ഇത് മുഴുവൻ സൃഷ്ടിച്ച ദൈവമാണ്, എത്ര ചോദിച്ചാലും തരും. നീ പറഞ്ഞത് ശരിയല്ല.
നീ കർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് ഓട്ടോമാറ്റിക് ആയിട്ട് നിന്റെ ഭവനത്തിൽ വന്നെത്തും. ആ കാര്യം ഇങ്ങനെ പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. എന്ത് കിട്ടും, ഞാൻ പോയി അത് കാശ് വാങ്ങി വന്ന് മതം മാറി ലെവലിൽ സംസാരിച്ചു കൊണ്ടിരിക്കും. കാരണം അമ്മാത്രം ഞാൻ ആദ്യത്തെ ദൈവങ്ങളെയൊക്കെ ഇങ്ങനെ പൊങ്കൽ നടത്തുന്ന സമയത്ത് പിരിവും കാര്യം ഇതൊക്കെ നടത്തിയിട്ട് ഉള്ള ആളായിരുന്നു. പെട്ടെന്ന് ഒരു ചേഞ്ച് വരുമ്പോൾ പക്ഷെ എന്നെ ആരും കുറ്റം പറയാൻ തയ്യാറല്ല ചിലരിൽ. കാരണം ഇങ്ങനെയൊക്കെ ആയിട്ടും കുടി നിർത്തിയല്ലോ, അത് വലിയൊരു സന്തോഷം പറയുന്നവരും ഉണ്ട്. പക്ഷേ ഈ രണ്ട് കാരണം, ഒന്ന് അവരുടെ അറിവില്ലായ്മ, ചിലർ പറയുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. മറ്റേത് അറിയാം ഇങ്ങനെയൊന്നുമല്ല സംഭവിച്ചെന്നറിയാം, എന്നാലും സമ്മതിക്കാൻ പറ്റത്തില്ല യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിയെന്ന്. അതിനുവേണ്ടി പറയുന്ന പരിഹാസങ്ങളും വാക്കുകളുമാണിത്. അത് പറയുന്നവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അങ്ങനെ പണം കൊടുത്ത് കുടി നിർത്താൻ പറ്റുമെങ്കിലേ കേരള സർക്കാർ പിന്നെ കുടിയന്മാർക്കെല്ലാം പാരിതോഷികം പ്രഖ്യാപിക്കുക, 2 ലക്ഷം രൂപ വെച്ച് നിങ്ങൾക്ക് തരാൻ കുടി നിർത്തിയാൽ എന്ന് പറഞ്ഞാൽ കുടിയന്മാർ രക്ഷപ്പെടത്തില്ലേ? അല്ല, കണ്ടിട്ടേ ദൈവം എന്നെ മാറ്റിയപ്പോ എന്റെ സ്ഥിതിക്ക് വ്യത്യാസം വന്നില്ലേ? അപ്പം അത് നിശ്ചയമായിട്ടോട്ടെ, അത് ഇവർക്ക് അറിയത്തില്ലല്ലോ. കോടിക്കണക്കിന് രൂപ എന്റെ അടുത്ത് ഉണ്ടെന്നാണ് അവരുടെ വിചാരം. കാരണം എന്റെ കയ്യിൽ കോടിക്കണക്കിനല്ല, എന്റെ അകത്തിരിക്കുന്ന കർത്താവാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇല്ലായ്മ പറയുന്ന കാര്യമില്ല, എല്ലാം സുഭക്ഷമായിട്ട് നടക്കുന്ന രീതിയിലാണ് എന്റെ നടത്താം. അതുകൊണ്ട് അവർക്ക് മനസ്സിൽ തോന്നുന്നത് ഇത്രയും ഡെവലപ്മെന്റ് ആയിരിക്കുന്നു, അവിടെ നിന്ന് കുറെ പണമൊക്കെ വാങ്ങിട്ട് വന്നെന്നുള്ള ഉറപ്പന്നെ എന്നുള്ള ലെവലാണ്. പക്ഷെ ദൈവം നടത്തി, അത്രയൊക്കെ ഉള്ളൂ, നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. ഒരിക്കൽ കുടി നിർത്തി കഴിഞ്ഞപ്പോൾ ഷാപ്പുകാരനും പിന്നെ ആശുപത്രിക്കാരനും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പൈസ നമ്മുടെ കയ്യിൽ മിച്ചം വരുന്നു, നമുക്കത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ പറ്റുന്നു, ദൈവം അതിനെ വർദ്ധിപ്പിക്കുന്നു, നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നു. ഇതൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അതെ, അത് അവർക്കറിയാം. നമുക്ക് ഒരു ദിവസം അന്ന് 20 വർഷം മുമ്പ് 1000 രൂപ എന്റെ ഫീസ്, ഒരു അനൗൺസ്മെന്റിന് 1000 രൂപയാണ്. പക്ഷെ എന്റെ വീട്ടിൽ 1000 പൈസ എത്തത്തില്ല. ആ 1000 കുടിച്ചു തീർക്കുക. ഒരു ദിവസത്തെ എന്റെ വേതനം 1000 രൂപ അനൗൺസ്മെന്റിന്. ആ 1000 രൂപയും ചെലവാക്കുക, ചെലവാക്കിയിട്ട് വീട്ടിൽ വരത്തുള്ളൂ. പക്ഷെ ഇന്ന് 10 രൂപയും കൊണ്ട് വെളിയിൽ ചെന്ന് കഴിഞ്ഞാൽ 10 രൂപ അനങ്ങാതെ കീഴിൽ തന്നെ ഉണ്ടാവും, വേറെ ചെലവൊന്നുമില്ലേ? അത്രേ ഉള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. പാസ്റ്റർ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാസ്റ്റർ തന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കണ്ണുകളെ കരുണയിൽ സമ്പന്നനായ ഞങ്ങളുടെ കർത്താവേ, നീ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല പകൽ സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയന്റെ ജീവിത കഥ കർത്താവെ പ്രേക്ഷകർക്ക് നൽകുവാൻ തക്കവണ്ണം കർത്താവെ ഇത് മുഖാന്തരമാക്കി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദാസനെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് കേൾക്കുന്നവർക്ക് കർത്താവെ ഹല്ലേലൂയ, കർത്താവെ ആരെങ്കിലും ബന്ധുമിത്രാദികളോ ചാർച്ചക്കാരോ മദ്യപാനത്തിൽ അടിമപ്പെട്ട് ജീവിക്കുകയാണ് അവർക്ക് അതൊരു മുഖാന്തരമായി തീർന്ന് കർത്താവെ നാംസിലേക്ക് കടന്നുപോയി വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടപെടുമാറാകണം. അനുഗ്രഹിക്കണമേ കർത്താവെ ഹല്ലേലൂയ. സത്യദൈവത്തെ അറിഞ്ഞ് സുവിശേഷ വേലയിലായിരിക്കുന്ന അടിയൻ കർത്താവെ ഒരു മാതൃകയായി മറ്റുള്ളവർക്ക് തീർക്കേണ്ട ഇനിയും ബലപ്പെടുത്തണം കർത്താവെ. ഈ ചാനലിലെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഇനിയും ഒത്തിരി ജീവിത ചരിത്രങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുവാനും കർത്താവെ മേൽക്കൊണ്ടും അത് പുരോഗതിയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം. എല്ലാം കർത്താവെ അനുഗ്രഹിക്കപ്പെടുമാറാക്കണം. സവിശേഷത്തെയും തിരിക്കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥനാദിനെയും ഘടകനാണ് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം ഈ സ്വർഗീയ നല്ല പിതാവ്. ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസക്കാവൽ നമ്മളെല്ലാവരുടെ പേരും പ്രതിമായി നമ്മുടെ നടുവിൽ കടന്നു ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച കർത്താവിൻ്റെ മാസ്റ്റർ സുബ്രഹ്മണ്യം തൻ്റെ കുടുംബം തൻ്റെ പ്രിയമുള്ളവർ ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ, നന്ദി പറയുന്നു. എന്തൊരു വലിയ മാറ്റമാണ് കർത്താവ് ചെയ്തത്. മദ്യപിച്ച് തകർന്നു പോയൊരു ജീവിതത്തെ ഇന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനുഗ്രഹമാക്കി ദൈവം നിർത്തിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തരെയും കർത്താവിനെ സ്പർശിക്കുവാനും മാറ്റുവാനും കഴിയും. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. പാസ്റ്ററെ.